കേവലം ആരെ മാത്രമല്ല അവർ ആക്രമിക്കാൻ വന്നത്, ഈ മലപ്പുറത്തെ 4 കാക്കമാരെ മാത്രം ആക്രമിക്കാൻ വന്നവരല്ല അവർ. മഹാനായ ബാപ്പുജി ഗാന്ധിജി 921 സമരം കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മാപ്പിളമാർക്ക് സമരം നയിക്കാൻ അറിയൂല എന്ന് ഗാന്ധിജി പറയേണ്ടി വന്നു. ഒരു മുസ്ലിം നാമധാരിയായ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു മുസ്ലിമായ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാകണമെന്നൊരു വാശിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ ആരാ ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്നത്? ഈ ചാനലുകാരെ നിയന്ത്രിക്കാതെ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ല. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇടയന്മാരില്ലാത്ത ആട്ടിൻ പറ്റാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഇടയന്മാരില്ലാത്ത ആട്ടിൻ പറ്റാണ്. ബിസിനസ് നമ്മൾ വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട്. പുതിയൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കലി ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം വിഷയങ്ങൾ ഒരുപാട് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പത്രങ്ങളാണെങ്കിൽ, അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ പലതും പിന്നെ ഇത്ര മൂർച്ഛിക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ പലതും നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ പല പ്രഭാഷണങ്ങളിലൂടെയും പല വേദികളിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഒരാളാണ് ഉസ്താദ് റഹ്മത്തുള്ള കാസിമി. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് ഉസ്താദാണുള്ളത്. അതുപോലെ പല വലിയ രാഷ്ട്രീയ ശക്തികളെക്കുറിച്ച്, പല വലിയ കിങ്ഡം എംപയറുകൾ, ഓട്ടോമൻ എംപയർ, അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമിക് ഗോൾഡൻ ഏജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പല വേദികളിലൂടെയും സദസ്സുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഉസ്താദ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി ഓട്ടോമൻ എംപയർ പോലത്തെ ഒരു ശക്തിയുള്ളൊരു എംപയർ ഇനിയും വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ഇസ്ലാമിക് എംപയർ എന്ന് പറയാം. അതുപോലെ കുറച്ച് രാജ്യങ്ങൾ കൂടിയിട്ടുള്ളൊരു, ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ എന്താണ് നാളെ വരിക എന്നത് ഒരാൾക്കും പറയാൻ കഴിയാത്ത പ്രവചനാതീതമായ ഒരു തരം രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ലോകം, പ്രത്യേകിച്ച് മുസ്ലിം ലോകം കടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് നാളെ വരിക നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ശാക്തിക ചേരിയായി മുസ്ലിം സമൂഹം, ആ സമൂഹ ശരീരം രൂപപ്പെട്ടത് കൊണ്ട് മാത്രം ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ആത്യന്തികമായി അത് ഫലം ചെയ്യും എന്നും നമുക്ക് വെക്കാൻ നിർവാഹമില്ല. അപ്പോൾ ചുരുക്കത്തിൽ വളരെ പ്രവചനാതീതമായ ഒരു സാഹചര്യമാണ് ഇന്നും ലോകത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണുള്ളത്. അങ്ങനെ ഒരു പ്രത്യേക ശക്തി വന്നതുകൊണ്ട് ഒരു പ്രത്യേക ശാക്തിക ചേരി ഇസ്ലാമിക പക്ഷത്ത് ഉയർന്നു വരാൻ നിലവിൽ സാഹചര്യം വളരെ കുറവാണ്. ഇനി അങ്ങനെ ഒരു ശക്തിയുടെ ശരീരം, ഞാൻ പറഞ്ഞാൽ ഏതൊന്നിനും അതിൻ്റെ റൂഹുണ്ട്, അതിൻ്റെ ശരീരമുണ്ട്. ഒരു ശാക്തിക ചേരിയുടെ ഒരു ശാരീരിക രീതി വളർന്നു വന്നതുകൊണ്ട്, ഒരു പ്രത്യേകമായ എംപയർ വളർന്നു വന്നതുകൊണ്ട് ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ പ്രത്യേകിച്ചൊരു ഉപകാരം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഓട്ടോമൻസിന്റെ ചോദിക്കാം, എന്താണ് വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാം. അല്ല, മുമ്പ് ഉണ്ടായിരുന്ന കാലത്ത് അത് ഉപകാരമായിരുന്നോ? ഇപ്പോൾ എംപയർസ് ഉണ്ടായിരുന്ന കാലത്ത് എംപയർമാരൊക്കെ ഉപകാരങ്ങളുമായിട്ടുണ്ട്, ഉപദ്രവമായിട്ടുണ്ട്. അത് അമവി ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞാലും, അബ്ബാസി ഖിലാഫത്തിനെ കുറിച്ച് പറഞ്ഞാലും, സെൽജൂക്കികളെ കുറിച്ച് പറഞ്ഞാലും, മംലൂക്കികളെ കുറിച്ച് എന്തിനധികം അയ്യൂബികളെ കുറിച്ച് പോലും പറഞ്ഞാലും, ഒട്ടോമൻസിനെ പറയുന്നതും ഒക്കെ ഒരുപോലെയാണ്. അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അധികാരം, അവരുടെ കിങ്ഡം, അവരുടെ സിംഹാസനം, അവരെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു അഭീഷ്ടവൃന്ദം, അതിനെ നിലനിർത്തുക എന്നതായിരിക്കും ആത്യന്തികമായി അവരുടെ ലക്ഷ്യം. ഇതൊരു സിംഹാസനത്തിലിരിക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖ് ആണെങ്കിൽ പോലും സംശയത്തോടെ മാത്രമേ വീക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വീക്ഷണം. കാരണം അതതിന് അതിൻ്റേതായ ചില ഗുണങ്ങൾ ഉണ്ടാവുമെങ്കിലും ദോഷങ്ങൾ ധാരാളമുണ്ട്. ഉദാഹരണം, നമുക്ക് ഓട്ടോമൻ എംപയർ ഒരു കുറ്റമറ്റ ഒരു ഇസ്ലാമിക ഒരു ഖിലാഫത്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നതാണ് ഉത്തരം. അവർ ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിൽ വരാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾക്ക് കയ്യും കണക്കില്ല. പ്രത്യേകിച്ച് AD 16-ാം നൂറ്റാണ്ടിന് ശേഷം, പ്രത്യേകിച്ച് 17-18 നൂറ്റാണ്ടുകളിലൊക്കെ സഹോദരന്മാരെ പോലും കൊലപ്പെടുത്തി. 19 സഹോദരന്മാരെ ഒരു സിംഹാസന ആരോഹണ വേളയിൽ 19 സഹോദരന്മാരെ കൊലപ്പെടുത്തിയ ഖലീഫമാർ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇനി ആ ഖിലാഫത്ത് മാത്രമല്ല, മുഗള ഖിലാഫത്തും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ ഷാജഹാൻ നമ്മൾ വലിയൊരാളായി കണക്കാക്കുന്നു. അതേ സമയത്ത് സ്വന്തം സഹോദരന്മാരെ സമ്പൂർണ്ണമായി നിഷ്കാസനം ചെയ്തിട്ടാണ് ഷാജഹാനും അധികാരത്തിൽ കയറുന്നത്. ഒരു എംപയറിനെ സംബന്ധിച്ചിടത്തോളം ആ എംപയർ ശരിയാണെന്ന് പറയേണ്ട ഒരു ബാധ്യതയും പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നമ്മളെപ്പോഴും ഒരു സെൻട്രൽ പോയിന്റിലാണ് നിൽക്കുക. എൻ്റെ ഒരു സ്വഭാവം പൊതുവെ പ്രത്യക്ഷത്തിൽ പറഞ്ഞ ആളുകൾക്ക് ഇങ്ങനെ തോന്നും നമ്മൾ അവരെ ശത്രുവാണ്, ഇവരെ ശത്രുവാണ്. നമ്മൾ ആര് ശത്രുവല്ല, ആരുടെയും മിത്രമല്ല. നമ്മൾ ചരിത്രത്തെ ചികഞ്ഞ് പഠിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വളരെ റൈറ്റ്സിനെ നമ്മൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ടി വരും. അപ്പം പ്രത്യക്ഷത്തിൽ ചില ആളുകൾക്കത് ശത്രുതയായി തോന്നിയേക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ ഓട്ടോമൻസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ 21 പിന്നെ സമരത്തിലൊക്കെ അവർ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് കേരളത്തോടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ പറയുന്നത് മുമ്പൊക്കെ കേരളത്തിലോട്ട് പള്ളികളിലോട്ടുള്ള പണമൊക്കെ ഇവരാണ് അയച്ചിട്ടുണ്ടാവുക. അതേപോലെ ഹിജാസ് റെയിൽവേ ഇതിൻ്റെയൊക്കെ സ്ഥാപകനായിട്ടുള്ള മമ്പ്രം തങ്ങളുടെ മകനായ അവർ. അപ്പോൾ ഒരു ബന്ധം അവർക്ക് തമ്മിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മുസ്ലിം ലോകത്ത് ഉദാഹരണം പറയാം, ഒരു AD 12-ാം നൂറ്റാണ്ട് മുതൽ, അതായത് ഒട്ടോമൻസ് ഇങ്ങനെ കയറി വരുന്ന ആ സാഹചര്യം മുതൽ ആഗോളതലത്തിൽ ഒരു ഇസ്ലാമിക രക്ഷാധികാരിയായി ചമയാൻ പലപ്പോഴും അവർ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർ ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ ഒരു നാട്യം പോലെ ആ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ചില ഇഷ്യൂസുകളെ പിന്നെ മുസ്ലിങ്ങൾ കത്തയക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല സാമൂതിരിയെ പോലത്തെ നല്ല രാജാക്കന്മാരോ മറ്റോ കത്തയക്കുമ്പോൾ ആ രാജ്യത്തെ പൊളിറ്റിക്സിലും അവിടുത്തെ പ്രശ്നങ്ങളിലും ഇടപെടാൻ പലപ്പോഴും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണം, 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വാസ്കോ ഡി ഗാമയും സംഘവും കേരളം തീരം പിടിച്ചടക്കാൻ വേണ്ടി വരുന്നത്. ആ സമയത്ത് ഇവിടെ നമ്മുടെ മഖ്ദൂം തങ്ങന്മാരുണ്ട്, അതേപോലെ തന്നെ അറക്കൽ രാജവംശം. ഈ രാജവംശം നേരത്തെ തന്നെ ഖിലാഫത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ആരുടെ? ഒട്ടോമൻസിൻ്റെ ഖിലാഫത്ത് അംഗീകരിച്ചവരാണ് അറക്കൽ രാജവംശം. ഈ പണ്ഡിതന്മാർക്ക് സ്വാഭാവികമായി മക്കയുമായി വലിയ ബന്ധമുള്ള പണ്ഡിതന്മാരായിരുന്നു അക്കാലത്ത് നമ്മുടെ പണ്ഡിതന്മാർ. മഖ്ദൂം 1-ാമനായാലും മഖ്ദൂം 2-ാമനായാലും മക്കയിൽ പഠിച്ചവരാണ്. അപ്പം മക്കയിൽ അവരുടെ സുവർണകാലാണ് 16-17 നൂറ്റാണ്ടൊക്കെ ഒട്ടോമൻസിൻ്റെ സുവർണകാലം. അപ്പോൾ സ്വാഭാവികമായി അവർ തമ്മിൽ വലിയ ബന്ധം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ സാമൂതിരിയെ പോലത്തെ ആളുകൾ ഇവരെ വെച്ച് തുർക്കികളുടെ സഹായം അഭ്യർത്ഥിക്കുകയും തുർക്കികൾ പണം നൽകുകയും അതേപോലെ തന്നെ തുർക്കികൾ ആയുധം നൽകുകയൊക്കെ പോർച്ചുഗീസുകാർക്കെതിരെ ആയുധം നൽകിയിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻസിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ പലപ്പോഴും ഒട്ടോമൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടോമൻസ് അതിലൊക്കെ വളരെ ചില വലിയ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില കറുത്ത അധ്യായങ്ങളും അവരുടേതായി ഉണ്ട്. അപ്പോൾ പോർച്ചുഗീസ് അധിനിവേശ കാലഘട്ടത്തിലൊക്കെ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, സാമൂതിരിയെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരും അവരുമായി സാമൂതിരിയുടെ കൽപ്പന പ്രകാരം ഓട്ടോമൻസിന് കത്തയക്കുകയും ഓട്ടോമൻസ് ആയുധം നൽകുകയും പണം നൽകുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അവരുടെ തകർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് അതേപോലെ ഇപ്പോൾ ചില ആൾക്കാർ പറയും അവർക്ക് ശേഷം പിന്നെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടായില്ല. ഒരു ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന കൂട്ടക്കൊലകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ അപ്പോൾ അതിനെങ്ങനെയാണ് ഉസ്താദ് കാണുന്നത്? ഇപ്പോൾ അവരുടെ ടൈമായാലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അല്ല, അവരെ ടൈമായാൽ ഉണ്ടായി എന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണം പറയാം, സുലൈമാനുൽ ഖാനൂനി അൻ എക്സാമ്പിൾ. സുലൈമാനുൽ ഖാനൂനിയുടെ ഭരണകൂടം വരുന്ന സാമ്രാജ്യം വരുന്ന സാഹചര്യത്തിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യമാണ് സുലൈമാനുൽ ഖാനൂനിയുടേത്, സലീം 1-ാമൻ്റേത്. അവരൊക്കെ വലിയ ഒരു എംപയർ ആണ്. അവർ അത്രയും വലിയൊരു സാമ്രാജ്യത്തെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയാം, ഇന്ന് അമേരിക്ക ലോകത്ത് എവിടെയും ഇടപെടാൻ ഞങ്ങൾക്കൊരു അധികാരമുണ്ട് എന്ന് അമേരിക്കയുടെ ഒരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത്തരം ധാരണകൾ, ആ ധാരണകളെ ഗുണപരമായിട്ടും ദോഷപരമായിട്ടൊക്കെ ഓട്ടോമൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം അക്കൂട്ടത്തിൽ ചില ഭരണാധികാരികൾ വളരെ നല്ലവരായിരുന്നു. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ധാർമ്മിക പ്രശ്നങ്ങളിൽ അവർ ഇടപെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായി ധാർമ്മികർ എന്ന് ഒരിക്കലും ഒരു ഭരണാധികാരിയെ പറയാൻ പാടില്ല. സമ്പൂർണ്ണ ധാർമ്മികൻ എന്ന് പറയുക എന്നത് ചരിത്രത്തിൽ റെയർ കേസാണ്. ഇപ്പോൾ സിദ്ദീഖ് ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ 2-ാമൻ, ഇവരൊക്കെ സമ്പൂർണ്ണ നീതിയുക്തമായ ഭരണം നടത്തിയ ആളുകളാണ്. അത്രേ നമ്മളും പറയുന്നുള്ളൂ. മുസ്ലിം ഖലീഫമാർ ധാരാളമുണ്ട്.
ഇപ്പോൾ ഖിലാഫത്തുർ റാഷിദ 4 ആൾക്ക് ശേഷം 5-മതായ സ്വഹാബിയുടെ ഒരു ഭരണമാണല്ലോ ആരുടേത്? മുആബിയയുടേത്. പക്ഷേ ഖിലാഫത്തുർ റാഷിദയിലെ 5-മത്തെ ആളായിട്ട് മുആബിയെ എണ്ണുന്നില്ല റളിയല്ലാഹു അൻഹു. മുആബിയ നല്ല മനുഷ്യനാണ്, എന്നാലും എണ്ണുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അത് ഒരു ഭരണകൂടത്തിന് സ്വാഭാവികമായും ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ അപചയങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ പല നാടുകൾ അവർ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അന്നത്തെ സാഹചര്യത്തിൽ ഒരു ധർമ്മനിഷ്ഠനായ വ്യക്തിക്ക് ഒരു വലിയ ഖലീഫ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഖലീഫ ഉണ്ടാവുമ്പോൾ ആ ഖലീഫയുടെ മുന്നിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ ഉത്തരം കിട്ടിയാലും കിട്ടിയ ഒരു ലിസണർ, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. ചിലപ്പോൾ അയാൾ ഇടപെടും, ചിലപ്പോൾ അയാൾ ആ പ്രദേശത്തെ ഭരണാധികാരിക്ക് കത്തേക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ചോദിക്കാനും പറയാനും എന്ന നിലക്ക് ഭാഷാപരമായി ഒരാൾ ലാസ്റ്റ് വരെ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഗ്രീസിലേക്ക് 1908 ഗ്രീസിലേക്ക് പിന്നെ അബ്ദുൽ ഹമീദ് രണ്ടാമനെ നാട് കടത്തുന്നത്. അതിനുശേഷം പിന്നെ ഒരു ബ്രിട്ടൻ്റെ പാവ സർക്കാർ മാത്രമാണ് ഖിലാഫത്ത്. ഇപ്പോൾ 921 നിങ്ങൾ പറയുമ്പോൾ 921 ഒരു യഥാർത്ഥ ഒട്ടോമൻ ഖിലാഫത്ത് ഇല്ല. തകർച്ച എന്ന് പറഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധത്തോട് കൂടെ തന്നെ പൂർണ്ണമായി അറബ് റിവോൾട്ട് വന്നു. അറബ് റിവോൾട്ട് വരുമ്പോഴും സ്വാഭാവികമായി എന്തുണ്ടായി? ഖിലാഫത്ത് പാടെ തകർന്ന് തരിപ്പണായല്ലോ. അപ്പോൾ 21 ഒരു കാരണവശാലും കേരളത്തിലേക്ക് ഒട്ടോമൻസിന്റെ സ്വാധീനമൊന്നും ഇല്ല. ഓക്കെ. പക്ഷെ അവരാ തൊപ്പി ഇപ്പോൾ പിന്നെ വാര്യംകുന്നത്തിന്റെ കാര്യം അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് വന്നാണ്. അതൊക്കെ ഉദാഹരണം പറയാം. ഒട്ടോമൻസിന്റെ തൊപ്പിയും ഒട്ടോമൻസിന്റെ അതൊക്കെ നമ്മളൊരു വീരാരാധന എന്ന് മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ. ഉദാഹരണം നമ്മളെ എന്തും അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഷറഫുദ്ദീൻ എന്ന ഒരു എസ് ഐ ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പാണ്, 2 പതിറ്റാണ്ട് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരാളാണ് ഷറഫുദ്ദീൻ എന്ന എസ് ഐ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിലമ്പൂർ ഭാഗത്ത് ഒരുപാട് കുട്ടികൾക്ക് ഷറഫുദ്ദീൻ എന്ന് പേരിട്ടു. അദ്ദേഹം ആ നാട്ടിലെ അറിയപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ആളുകൾക്ക് ഒരു തരം വീരാരാധനയാണത്. അപ്പോൾ അക്കാലത്തൊരു 2 പതിറ്റാണ്ട് മുമ്പുള്ള നിലമ്പൂർ ഏരിയയിലെ കുട്ടികളിലൊക്കെ ഷറഫുദ്ദീൻ ഇന്ന് അങ്ങോട്ട് കാണുന്നുമില്ല. അപ്പോൾ ഷറഫുദ്ദീൻ മായാമറയത്തേക്ക് നീങ്ങി. അപ്പം അതൊരു വീരാരാധനയാണ്. തുർക്കികളെ തൊപ്പി ധരിക്കുക, തുർക്കികളെ പോലെ വസ്ത്രം ധരിക്കുക, ഇതൊക്കെ ഒരു വീരാരാധനയുടെ ഭാഗം. ആരാധന എന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു സാങ്കേതിക അർത്ഥത്തിലല്ല പറയുന്നത്. അങ്ങനെ ഉദാഹരണം, ഒരാൾ തൻ്റെ കുട്ടിക്ക് റഹ്മത്തുള്ള കാസിമി എന്ന് പേരിട്ടു. അപ്പോൾ നമ്മളെ ക്ലാസ്സിലൊക്കെ വരുന്ന ഒരാൾ, അയാൾക്കൊരു ആൺകുട്ടി ജനിച്ചപ്പോൾ റഹ്മത്തുള്ള കാസിമി എന്ന് പേരിട്ടു. അപ്പോൾ അയാളോട് അയാളെ കൂട്ടുകാരൻ പറഞ്ഞു, വിഡ്ഢിയായ മനുഷ്യ കാസിമി ഇടണ്ട, അതൊരു ബിരുദാണ്. ശരിക്കും ഉണ്ടായ കഥയാണ് സത്യമായ ഒരു കാര്യമാണ്. സത്യമായി ഇപ്പൊ ആ കുട്ടി ഉണ്ട്. പിന്നെ ആ കാസിമി മാറ്റിയിട്ട് എന്താക്കി? റഹ്മത്തുള്ള എന്നാക്കി. ആദ്യം ഇയാൾ റഹ്മത്തുള്ള കാസിമി, അതൊരു വീരാരാധനയുടെ ഭാഗമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട അവരൊരു ഉസ്താദിന് റഹ്മത്തുള്ള കാസിമി എന്നാ പേരായപ്പോൾ അവർ കുട്ടിക്ക് ആ പേരിട്ടു. ഞാൻ വീരാരാധന എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക അർത്ഥത്തിലല്ല കേട്ടോ ഈ പറഞ്ഞത്. എന്നതുപോലെ തുർക്കിത്തൊപ്പി മറ്റൊക്കെ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. 921 ബ്രിട്ടീഷുകാരോട് നേരിട്ട രീതികൾ പലപ്പോഴും ശരിയായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കൂടുതലായിട്ട് പറയാൻ പറ്റുമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു സാമ്രാജ്യത്തിനെതിരെ ഇവർ നേരിട്ട് നിൽക്കുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഒരു വികാരത്തിന്റെ പുറത്താണ് എന്ന് തോന്നിയിട്ടുണ്ടോ? 100%. നിങ്ങൾ വളരെ ആരോഗ്യപരമായി ചിന്തിക്കണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു വിഭാഗത്തോട് ശത്രുതയുണ്ടെങ്കിൽ പോലും നമ്മൾ കാണിക്കുന്നത് മുഴുവനും ഇസ്ലാമികമാണെന്ന് പറയാൻ പാടില്ല. അത് ഓരോന്നിനും നമ്മൾ, ഉദാഹരണം, ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ ശത്രുക്കളാണ്, അവർ വിദേശികളാണ്, ഓക്കെ. പക്ഷേ അതേ സമയത്ത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് 921 ലോകത്തുള്ളത്. അവരോട് ഈ 8-ാം വട്ടത്തുള്ള ഏറനാട്ടിലെ 4 മാപ്പിളമാർ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഈമാൻ, എന്ത് ഈമാൻ എന്നതിനൊക്കെ പറയാ. ഞാൻ അവരെ ഈമാനെ ചോദ്യം ചെയ്യല്ല, പക്ഷെ വിവേകമുണ്ടായില്ല. ഒരാൾക്ക് വേണ്ടത് വിവേകാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് 100 ചോദ്യം എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് പറയാം ഞാൻ വാര്യംകുന്നത്തെ അംഗീകരിക്കുന്ന ഒരാളല്ല, ആലി മുസ്ലിയാരെ അംഗീകരിക്കുന്ന ആളാണ്. അവരുടെ ഈമാനെ ചോദ്യം ചെയ്യല്ല കേട്ടോ. അവരൊക്കെ നല്ല മനുഷ്യരാണ്, പക്ഷെ അവർക്ക് റുഷ്ദ് ഉണ്ടായില്ല. വിവേകമാണ് ഒരാൾക്ക് വേണ്ടത്.
ഒരാൾക്ക് ഒന്നാമതായി വേണ്ടത് വികാരമല്ല. വികാരപ്പുറത്തൊരു മുസ്ലിം മുന്നോട്ട് പോകാനേ പാടില്ല. ഇപ്പം ഈ അതിവൈകാരികതക്കെതിരെയുള്ള സമരം ചെയ്യുന്നൊരു പണിയിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ യൂത്ത് പൊതുവെ എനിക്കിപ്പോൾ എതിരാണ്. അപ്പോൾ ഇറാൻ യുദ്ധത്തിലൊക്കെ ഞാനൊരു എന്താ പറയുന്നത് അതിവൈകാരികതക്ക് അപ്പുറത്താണ്. ഇപ്പം ഇനി ഞാൻ എൻ്റെ പ്രഭാഷണം വന്ന് നിങ്ങൾ കേട്ടോ ആവോ ഇപ്പോൾ അതായത് ഞാനൊരു സെൻട്രൽ പോയിന്റിലാണ് എന്നും നിൽക്കുക. എന്നാൽ ഞാൻ ഇറാൻ എതിരുമല്ല, എന്നാൽ ഞാൻ ഇറാൻ അനുകൂലവും അല്ല. അതായത് ഒരു ഇറാൻ പക്ഷത്തേക്ക് നമ്മുടെ യൂത്ത് ചേക്കേറുന്ന രീതി, വൈകാരികമായ രീതി വലിയ ഒരു ദുരന്തം, മുസ്ലിം സമുദായത്തെ കോർണർവൽക്കരിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു പോകാം. അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതെത്ര ഭയാനകമായ ഇഷ്യൂ ആണെങ്കിൽ പോലും വികാരപ്പുറത്ത് അതിനോട് പ്രതികരിക്കാൻ പാടില്ല. അതിൽ ദുരന്തം ഉണ്ടാവും. ഇപ്പോൾ വികാരമുണ്ടായാൽ അജലത്തുണ്ടാവും. അൽ അജലത്ത് മിന ശൈത്താൻ. എന്താണെങ്കിലും അത് പൈശാചികാണ്. ഒരു സംഘം ആളുകൾ വന്ന് പുണ്യ റസൂലിന്റെ കാൽക്കലേക്ക് വീണു. അപ്പോൾ മുന്തിർ എന്നൊരാളുണ്ടായിരുന്നു. അയാൾ കാൽക്കലേക്കൊന്നും വീണില്ല. അയാൾ ഇങ്ങനെ നോക്കിയും ശ്രദ്ധിച്ചും നബിയെ പഠിച്ചും അല്പനേരം ഇരുന്നു. അപ്പോൾ പുണ്യ റസൂൽ അയാളെ പ്രശംസിച്ചു. അങ്ങനെയാ വേണ്ടത്. അതായത് നബിയുടെ കാൽക്കൽ വീഴൽ തെറ്റൊന്നുമല്ല. നബിയാണ്, നബി അള്ളാഹുവിൻ്റെ റസൂൽ എന്ന പ്രതിനിധിയാണ്, സർവസ്വം സമർപ്പിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പക്ഷെ ഒരു മനുഷ്യന് വേണ്ടത് ആദ്യമായി വികാരപ്പുറത്ത് വീഴലല്ല, വിവേകത്തോടു കൂടെ ചിന്തിക്കലാണ്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ 4 മാപ്പിളമാർ ബ്രിട്ടീഷുകാരോട് വികാരപ്പുറത്ത് എതിരിട്ടാൽ ഉണ്ടാവും. അവർക്ക് മരിക്കാം, അവർക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടാം. ഞാൻ അവരുടെ ഷഹീദിൻ്റെ കൂലി കിട്ടുന്നതിന് എതിരല്ല. പക്ഷെ അതേ സമയത്ത് ഒരാൾ ഷഹീദാകാൻ ആവശ്യമായാലേ ഷഹീദാകാവൂ. അയാൾ ഷഹീദാകുന്നത് കൊണ്ട് വലിയ അനർത്ഥം ഉണ്ടാവുകയാണെങ്കിൽ അയാൾ വേണ്ടത് ഷഹീദാവാതിരിക്കലാണ്. അതാണ് അവിടെ കൂലിയുള്ള കാര്യം. മനസ്സിലായില്ല? ഒരാൾ ഞാൻ ഷഹീദാകുന്നത് കൊണ്ട് എൻ്റെ സമുദായത്തിന് വലിയ ദുരന്തം വരും, എൻ്റെ രാജ്യത്ത് വലിയ ആപത്ത് സംഭവിക്കും എങ്കിൽ ഞാൻ അവിടെ വേണ്ടത് ഷഹീദാവാതിരിക്കലാണ്. അപ്പം ഞാൻ ഒരാൾ ഷഹീദാവുന്നത് കൊണ്ട് എൻ്റെ രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപം സൃഷ്ടിക്കപ്പെടാൻ സാഹചര്യമുണ്ടെന്ന് വിവേകത്തോടെ ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ ചെയ്യേണ്ടത് എന്താ? ഷഹീദാവാതിരിക്കുക. അതിനാണ് പ്രതിഫലം. എന്തുകൊണ്ട്? ഒരു സമൂഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണം. നിങ്ങൾ പുതിയ യൂത്ത് ഇതിന്റെ പിന്നാലെ ഓടുകയാണ്. നിങ്ങൾ ഇത് ഞാൻ ആലി മുസ്ലിംക്ക് എതിരല്ല, അത് മനസ്സിലായി. പക്ഷേ 21 എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് അല്ലേ? ഇപ്പോൾ നമ്മളെ രാജ്യം ഇൻവൈഡ് ചെയ്യാൻ വരുന്ന ബ്രിട്ടീഷ് എംപയർ, അതിൻ്റെ എതിരെ നമ്മളൊരു എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളൊരു മെസ്സേജ് കൊടുക്കല്ലേ? നമ്മൾ കംപ്ലീറ്റ്ലി അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ കൊടുക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യം കൃത്യം. പക്ഷെ ഞാൻ പറയുന്നത് അവര് ആക്രമിക്കാൻ വരുന്നത് കേവലം ഏറനാടിനെയും വെള്ളുവനാടിനെയും മാത്രമല്ല. അവർ 1757 പ്ലാസി യുദ്ധത്തോടുകൂടെ ഇന്ത്യയിൽ സ്ഥാനമുറപ്പിച്ച ഒരു ജനതയാണ്. 1757 ആദ്യമായി അവർ പ്ലാസി യുദ്ധം ജയിച്ച് സിറാജുദ്ദൗലയെ തോൽപ്പിച്ച് ഇന്ത്യയിലേക്ക് അധികാരം വാഴുന്ന ഒരു ജനതയാണ് അവർ. അപ്പോഴത്തിന് അവർ 2 നൂറ്റാണ്ടോളം 1.25 നൂറ്റാണ്ട് നമ്മുടെ രാജ്യത്ത് അവർ വാസമുറപ്പിക്കുകയും വേരുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ അതിശക്തരാണ്. മനസ്സിലായില്ല? ഒരു വിശാലമായ ഹിമാലയത്തിൻ്റെ താഴെ വിശാലമായ നിൽക്കുന്ന ഒരു മഹാസാമ്രാജ്യം, ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും അടക്കുന്ന പ്രവിശാല ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന പ്രവിശാലമായ രാജ്യത്തിൻ്റെ അധികാരികളാണവർ. കേവലം ആരെ മാത്രമല്ല അവർ ആക്രമിക്കാൻ വന്നത്. ഈ മലപ്പുറത്തെ 4 കാക്കമാരെ മാത്രം ആക്രമിക്കാൻ വന്നവരല്ല അവർ. അവർക്കില്ലാത്തൊരു വികാരം ഇവർക്ക് ഉണ്ടാകേണ്ടതില്ല. മഹാനായ ബാപ്പുജി ഗാന്ധിജി 1921 സമരം കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മാപ്പിളമാർക്ക് സമരം നയിക്കാൻ അറിയൂല എന്ന് ഗാന്ധിജി പറയേണ്ടി വന്നു. സമരത്തിന് അതിൻ്റെതായ ഒരു സമരത്തിന് ഉദാഹരണം പറയാം. ഒരു സമര രീതിയാണ് ആരുടേത്? സമര രീതിയാണ് ഉമർഖാലിയുടേത്. ഉമർഖാലി യുദ്ധത്തിന് പോയില്ല, പകരം ഉമർഖാലി എന്ത് ചെയ്തു? നികുതി നിഷേധം. അതിനൊരു ന്യായമുണ്ട്, അതിനൊരു പൊളിറ്റിക്സും ഉണ്ട്. ഇതിന് അതിവൈകാരിക മാത്രമാണുള്ളത്. മനസ്സിലായില്ല? ഞങ്ങളുടെ രാജ്യത്തുള്ളവർക്കല്ലാതെ നികുതി കൊടുക്കൂല.
ഞങ്ങൾ വിദേശികൾക്ക് നികുതി കൊടുക്കൂല. ഇതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു നീതിയുണ്ട്. കാരണം നിങ്ങൾ ഇവിടുത്തുകാരല്ല, നിങ്ങൾ വെള്ളക്കാരാണ്, ഞങ്ങൾ ഈ മണ്ണിൽ പിറന്നവരാണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യക്കാരാണ് ഭരിക്കേണ്ടത്. അതിൽ ജാതി മത വ്യത്യാസമല്ല. ആർക്കാണെങ്കിൽ നീതി കൊടുക്കും. ഒരു കാലത്ത് സാമൂതിരി കൊടുത്തിരുന്നു, ഇനി ആർക്കാണെങ്കിൽ കൊടുക്കും. പക്ഷെ അവർ ഞങ്ങളുടെ രാജ്യക്കാരനായ ഭരണാധികാരിയായിരിക്കണം. നിങ്ങൾ ഞങ്ങളുടെ രാജ്യക്കാരല്ല, ഞങ്ങളെ കട്ടുമുടിക്കാൻ വന്നവരാണ്. നിങ്ങൾ വരുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി ഇന്ത്യയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും പരാജിതമായ ഒരു സമൂഹം ഇന്ത്യക്കാരാണ്. നിങ്ങൾ രാജ്യത്തെ കട്ടുമുടിച്ചു. നിങ്ങൾ ഇവിടുന്ന് വരുന്ന നികുതി കടത്തിക്കൊണ്ട് വരുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ നികുതി തരില്ല. അതിൽ നീതിയുമുണ്ട്, പൊളിറ്റിക്സും ഉണ്ട്, അതിൽ വിവേകമുണ്ട്. അതേസമയം ആ വിവേകത്തോടുകൂടെ കാര്യത്തെ നോക്കിക്കാണാൻ ആലി മുസ്ലിയാർക്ക് കഴിഞ്ഞില്ല. ആലി മുസ്ലിം നല്ല മനുഷ്യൻ തന്നെയാണ്, ആലി മുസ്ലിമിനെ പറ്റി ഇവിടെ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ അത് മുസ്ലിം സമുദായത്തെ പുറകോട്ട് കൊണ്ടുപോയി. ഒന്ന് എങ്ങനെ, ഏത് രീതിയിലാണ്? എല്ലാ നിലയിലും. അതായത് ഒരു വൈകാരിക സമൂഹമാണെന്ന് ആഗോളതലത്തിൽ മുസ്ലിങ്ങളെ കുറിച്ച്, മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് ഒരു വൈകാരിക സമൂഹം എന്ന് ഇനി ഈ ലോകാവസാനം വരെയും നമുക്ക് മാറ്റപ്പെടാൻ കഴിയാത്ത ദുഷ്പേര് വന്നുയർന്നു. നമ്മളെ കാര്യം അതല്ല, നമ്മുടെ കാര്യം വിവേകമാണ്. മുഹമ്മദ് മുസ്തഫാക്ക് റഷീദിനാണ് ഒരു പേര്, ആ റഷീദാണ് വിവേകശാലി. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫലസ്തീനിലുള്ളതും ഇങ്ങനെ ഒരു രീതിയിൽ കാണാമെന്ന് പറ്റും പറഞ്ഞൂടെ? അപ്പോൾ ഇസ്രായേൽ ഈസ് ടു പവർഫുൾ. വേട്ടയാൻ വരുന്ന വലിയൊരു ശക്തിയെ നമ്മൾ വികാരത്തിൽ പിന്നെ നേരിടുന്നതിന് പകരം വിവേകത്തിൽ നേരിടണം എന്നുള്ളതാണോ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി അല്ല പറയുന്നത് ശരിക്കും കേൾക്കും. അതായത് ഇപ്പോൾ ഗാസ മുനമ്പിലുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരെ നേരിടാൻ വരുന്നവർക്ക് അവർക്ക് നേരിട്ട് വ്യക്തിപരമായി എതിർക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഏരിയ, ആ ഏരിയയിൽ ഒരു ശക്തി അവർക്കെതിരെ പിന്നെ ആയുധം ഉപയോഗിച്ച് എതിർക്കുകയാണെങ്കിൽ സ്വാഭാവികമായും തിരിച്ചടിച്ചു പോകും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്കൊരു ഇമാം ഉണ്ടായിരിക്കണം. ഇവിടെ ഇമാം ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരു നേതാവ് ഉണ്ടാവണം. ആ നേതാവിൻ്റെ ഖുർആൻ സുന്നത്ത് അടിസ്ഥാനമായിരിക്കണം. ഇതൊന്നുമില്ലാതെ ഒരു യുദ്ധത്തിലേക്ക് എടുത്ത് ചാടാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ മുന്നിൽ നിന്നിട്ട് ഞാനാണ് ഇമാം എന്ന് പറയുന്നത് ഇമാമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വലിയ ദുരന്തം സമൂഹത്തിന് സംഭവിക്കും. അപ്പം നമ്മൾ ഒരാൾ ജയിലിൽ പോകലിനേക്കാൾ പ്രശ്നം ഒരു സമൂഹത്തിന് അശാന്തത വരുത്തി വെക്കുകയും അപകടമുണ്ടാക്കി തീർക്കുകയും ചെയ്യാണ്. ആയിരക്കണക്കായ മുസ്ലിം പെൺകുട്ടികൾ ബ്രിട്ടീഷുകാർ റേപ്പ് ചെയ്യപ്പെട്ടു. അതൊരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് കാരണക്കാരൻ ആലി മുസ്ലിയാരാണ്. അത് അംഗീകരിക്കാൻ കഴിയൂല. ഞാൻ ആലി മുസ്ലിയാരെ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ വീക്ഷണത്തിൽ പേഴ്ചോയി. ഞാൻ ആലി മുസ്ലിയാരെ പൊളിറ്റിക്കലി ആലി മുസ്ലിയാരെ അംഗീകരിക്കൂല. അയാൾക്ക് സ്വർഗം കിട്ടിയേക്കാം. സ്വർഗം കിട്ടലും കിട്ടാതിരിക്കലും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ആലി മുസ്ലിയാർ ചെയ്തിട്ടുള്ള അവിവേകപരമായ ഒരു കാര്യം കൊണ്ട് ഒരു സമൂഹത്തിന് ദുഷ്പേര് വന്നു. ഒന്ന്. രണ്ടാമത് വലിയ ദുരന്തമുണ്ടായി അതിൻ്റെ പേരിൽ. ആ ദുരന്തം പരസ്യമായി പറയുന്നതിൽ പോലും ഖൈറില്ലാത്തതുകൊണ്ടാണ് മുഴുവൻ ഞാൻ പറയാത്തത്. അത്രയും വലിയ ദുരന്തം ഉണ്ടായി. ഒരു പ്രശ്നം നേരിടുമ്പോൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ വിവേകപരമായി നേരിടണം. പക്ഷേ ആ വിവേകത്തിന്റെ പിന്നിൽ ഒരു പര്യവസാനം ഉണ്ടാവും. ആ പര്യവസാനം തികച്ചും ശുഭകരമായിരിക്കും. ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ ഭരണാധികാരികൾ അക്രമികളായാലോ ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഇലാ മതാ യാ റസൂലല്ലാഹ്, എത്ര കാലം ക്ഷമിക്കണം? ഹത്താ തൽഖൗനി ഇൻദൽ ഹൗലുങ്കരയിൽ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത് വരെ ക്ഷമിക്കണം. മനസ്സിലാണ്ട്? ഉദാഹരണം പറയാം. ആ ക്ഷമിക്കന്നെ വേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറയാം. ഞാനൊരു എന്താ പറയുക, നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരെ ഞാനൊരു സുന്നി ഫണ്ടമെൻ്റലിസ്റ്റാണ്. ഒരു പക്ഷപാത സുന്നി എന്ന് വേണമെങ്കിൽ ചില ആളുകൾ എന്നെ പറയും. ഞാൻ സെൻട്രലിൽ നിൽക്കുന്ന ഒരാളാണ്. അതേ സമയത്ത് നിലവിൽ എൻ്റെ വീക്ഷണക്കാരനായ ഒരാൾ സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ അയാൾ എൻ്റെ വീക്ഷണപ്രകാരം അയാൾ ആ ഭരണകൂടത്തിന് എതിരായിരിക്കും മാനസികമായി. പക്ഷെ എതിരാകാൻ പാടില്ല. ഒരു ന്യൂട്രൽ നിലപാടിലായിരിക്കും. അയാൾ വിവേകത്തോടുകൂടെ ക്ഷമിച്ചു നിൽക്കണം. അപ്പോൾ നമ്മൾ അനീതി കണ്ട പിന്നെ
പുറത്ത് പ്രതികരിക്കേണ്ട 100% പ്രതികരിക്കണം. സായുധ വിപ്ലവം നടത്തലല്ല, പ്രബോധനം നടത്തണം. അതാണ് പണ്ഡിത ധർമ്മം. ആ പണ്ഡിതനനുസരിക്കലാണ് പൊതുജനത്തിന് ധർമ്മം. സായുധ വിപ്ലവമല്ല. സായുധ വിപ്ലവം ദഅവത്ത് രണ്ടാണ്. മനസ്സിലായില്ല? മനസ്സിലായി. സത്യത്തെയും അസത്യത്തെയും വ്യവിച്ഛേദിച്ചു കൊടുക്കുക എന്നതാണ് പ്രബോധകന്റെ ധർമ്മം. ആ പ്രബോധകന്റെ കൂടെ നിൽക്കലാണ് വിവേകികളായ പൊതുജനത്തിന്റെയും ധർമ്മം. ഭരണാധികാരി അക്രമിയായിരിക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സദ്ദാം ഹുസൈൻ, ഞാൻ സദ്ദാം ഹുസൈനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളല്ല. ശരിയാണ്, ഞങ്ങൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തു. ഭാഗികമായി പോലും അംഗീകരിക്കുന്ന ഒരാളല്ല. പക്ഷെ സദ്ദാം ഹുസൈൻ കൊല ചെയ്യപ്പെട്ടതിന് ഞാൻ എതിരാണ്. ഞാൻ മുഅമ്മർ ഗദ്ദാഫി അംഗീകരിക്കുന്ന ഒരാളല്ല. പക്ഷെ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നതിന് സാമ്രാജ്യത്വ ശക്തികൾ പിന്നിൽ നിന്ന് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന് 100% ഞാൻ എതിരാണ്. എന്നാൽ ഈ രണ്ട് വ്യക്തികളും ഏകാധിപതികളാണ്. അള്ളാഹുവിന്റെ അടുക്കൽ മതപരമായ വീക്ഷണത്തിൽ കുറ്റക്കാരാണ്. അതേസമയത്ത് ഈ രണ്ട് ഏകാധിപതികളും ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ പ്രബോധനം നടത്തുക എന്നത് മാത്രമാണ് പണ്ഡിതധർമ്മം, പ്രബോധന ധർമ്മം. സായുധ വിപ്ലവം നടത്തൽ അല്ല. സായുധ വിപ്ലവം നടത്തിയാൽ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നത്തിന് മറുമരുന്നുണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പം ലിബിയ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇറാഖും ലിബിയയും സദ്ദാം ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ 979 മുതൽ 2003 വരെ ഭരണാധികാരിയാണ്. കുറച്ചു കാലം ഇരുമ്പറയിലാണെങ്കിൽ പോലും ഭരണാധികാരി എന്ന തലത്തിലാണ് ആരുള്ളത്? സദ്ദാം ഹുസൈനും ഉള്ളത്. ഈ രണ്ട് വ്യക്തികൾ 979 മുതൽ 2003 വരെ സദ്ദാം ഹുസൈൻ, ഏകദേശം 40 വർഷത്തിലെ കാലം മുഅമ്മർ ഗദ്ദാഫി. ഈ രണ്ട് വ്യക്തികളുടെയും കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം രാജ്യത്ത്, ഒരു ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ ഉള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിന് ലഭിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സൗകര്യം അനുഭവിച്ച രാജ്യങ്ങളാണ് ആ രണ്ട് രാജ്യങ്ങളും. ഇപ്പോൾ സാക്ഷരതാ നിരക്ക് വർദ്ധിച്ചു, സ്ത്രീ ശാക്തീകരണം ഉണ്ടായി, മികച്ച റോഡുകൾ ഉണ്ടായി, മികച്ച പാലന, സാമ്പത്തിക വളർച്ച വളരെ. ഇപ്പോൾ ഗദ്ദാഫി സ്വതന്ത്രമായി അവർ ഡോളറിന് പകരം ഒരു നാണയം, കറൻസി ഉണ്ടാക്കാൻ ഇങ്ങനെ അവർക്ക് പലതിനും കഴിഞ്ഞു. അതായത് എക്കണോമിക്കലി അങ്ങോട്ട് വളരെ ഉന്നതമായി അങ്ങോട്ട് വളർന്നു, വലിയ ഗ്രോത്ത് സൊസൈറ്റിക്ക് ഉണ്ടായി. അതേസമയത്ത് ഏകാധിപത്യം അയാൾ നടത്തി. ഇപ്പോൾ കുർദിഷുകളെ ധാരാളമായി ചെയ്തു, അവരെ കൂട്ടക്കൊല നടത്തി, 5000 4000 ഒക്കെയുള്ള ആളുകളെ നിഷ്കരണം കൊലപ്പെടുത്തി സദ്ദാം ഹുസൈൻ. മറ്റൊരു ഭാഗത്ത് മുഅമ്മർ ഗദ്ദാഫി ഏകാധിപതികളാണ്. അവർക്കെതിരെ ആരെങ്കിലും ഒരു വാക്ക് ശബ്ദിച്ചാൽ നിഗൂഢമായ മരണങ്ങൾ സംഭവിച്ചു, കൊലപാതകങ്ങൾ, നിഗൂഢമായി ആൾ നിഷ്കാസിതരാകുക സൊസൈറ്റിയിൽ നിന്ന്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ഇവർക്കെതിരെ സായുധ വിപ്ലവം നടത്തി. ഈ സായുധ വിപ്ലവത്തിന് അനന്തരഫലം ഇല്ല. ഇന്ന് ആ രാജ്യത്തിന് അരക്ഷതാവസ്ഥയാണ്. അതിന് ഒരു സമൂഹത്തിന് വേണ്ടത് ആ സമൂഹം സ്റ്റേബിളായി മുന്നോട്ട് വരാണ്. അക്രമിയായ രാജാവിനും ഏകാധിപതിയായ രാജാവിനും ഒരു തലത്തിൽ ഒരു സൊസൈറ്റിയെ സ്റ്റേബിളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതേസമയത്ത് സായുധ വിപ്ലവം ഒരു സമൂഹത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ ഇല്ലാതാക്കും. കൊണ്ടുപോകാൻ കഴിയുമോ ഈ സ്റ്റേബിളായിട്ട്? ഒരു സമയം കഴിയുമ്പോൾ ഏകാധിപതി സ്വാഭാവികമായി തറയപ്പോവും. ഒരു എന്താ പറയുക, ഒരു നാളികേരത്തിനൊരു ഡേറ്റ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് തെങ്ങ് കയറ്റക്കാരനെ കയറിയിട്ട് ഇവന് തെങ്ങിന് 40 ഉറുപ്പ്യ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 50 ഉറുപ്പ്യ കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ക്ഷമിച്ചാൽ തെങ്ങ് കയറാതെ തന്നെ ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ട് തേങ്ങ നേരെ നിലത്തെത്തും. അതത്ര തന്നെ ഭൂമിക്ക്, ഇത് ഭൂമിയാണ്. KT മുഹമ്മദിൻ്റെ നാടകമാണെങ്കിൽ പോലും അതൊരു വല്ലാത്ത വാക്ക്. ഇത് ഭൂമിയാണ്, ഇത് ചരിത്രം അങ്ങനെയാണ്. അപ്പം ചരിത്രത്തിൻ്റെതായ സ്വഭാവമുണ്ട്. ഏകാധിപതിക്കും പിടിച്ചിക്കാൻ കഴിയില്ല. ഏത് ഏകാധിപതി ആർക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു സമയം കഴിഞ്ഞാൽ അവർ പുറത്തു പോകും. സായുധ വിപ്ലവങ്ങൾ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിയെ നശിപ്പിക്കും. അതിവൈകാരികത മനുഷ്യനെ സായുധ വിപ്ലവത്തിലേക്ക് നയിക്കും, അതിരാഷ്ട്രീയവാദവും നയിക്കും. നിലവിൽ ഞാൻ ഭയപ്പെടുന്നത് ഈ രണ്ടിനെയാണ്. അല്ല, ഏതൊരു ഏകാധിപതിക്കും തകർച്ച ഉണ്ടെന്നുണ്ട്. ഈ തകർച്ചയും ഇതുപോലെ തന്നെ പിന്നെ ഇങ്ങനത്തെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകല്ലേ രാജ്യത്തെ അല്ലെങ്കിൽ ആ സൊസൈറ്റിനെ, അയാളുടെ തകർച്ച? അങ്ങനെ കൊണ്ടുപോയിക്കോളും എന്നൊന്നുമില്ല.
ഒരു ഏകാധിപതി സ്വാഭാവികമായി നിഷ്കാസിതനാവുമ്പോൾ അതിനെ താങ്ങി നിർത്താൻ ഒരു താൽക്കാലികമായൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു സ്ഥിരമായ പ്രശ്നം ഉണ്ടാകൂല കുട്ടികളെ. ഞാൻ നിങ്ങൾക്ക് കാര്യം പറയാം. അപ്പോൾ 2006 പിന്നെ സദ്ദാം ഹുസൈൻ ഡിസംബറിൽ കൊല ചെയ്യപ്പെട്ടു. എല്ലാവരും വേദനിപ്പിച്ചു, എന്നെയും വേദനിപ്പിച്ചു. എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ഒരു പെരുന്നാളിൻ്റെ സമയം. അപ്പോൾ അത് സദ്ദാം ഹുസൈൻ നല്ല ആളൊന്നും അല്ല, പക്ഷെ അതേ സമയത്ത് അതൊരു വല്ലാത്തൊരു വിഷമം എല്ലാവർക്കും ഉണ്ടായി. അതിന് പുറത്ത് അതിന് സമാനമായ ധാരാളം പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായി. 2009 ഇറാഖിൽ ഇലക്ഷൻ നടന്നപ്പോൾ യഥാർത്ഥത്തിൽ നൂരിൽ മാലിക്കിയുടെ സർക്കാർ തോറ്റുപോയി. പക്ഷെ അമേരിക്ക പിന്നിൽ നിന്ന് കളിച്ചിട്ട് എന്ത് ചെയ്തു? നൂരിൽ മാലിക്കയെ വീണ്ടും ഭരണത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നു. ദെൻ എന്താ പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായത്? ഈ സദ്ദാമിൻ്റെ മരണം കൊണ്ടുവന്ന വേദനയും ഞങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന അരക്ഷിത ബോധവും എന്താ ഉണ്ടാക്കിയത്? അതിൻ്റെ ഉൽപ്പന്നമാണ് ISIS. നിങ്ങൾ എന്ത് പറഞ്ഞാലും വികാരപ്പുറത്തേക്ക് സമൂഹം പോകാൻ പാടില്ല, ഒരിക്കലും പോകാൻ പാടില്ല. ഞാൻ BJP-കാരനല്ല. അതേസമയത്ത് ശ്രീമാൻ നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയയിൽ അലക്കുന്നതിനും മറ്റും ഞാൻ എതിരാണ്. എന്തുകൊണ്ട്? അത് ഒരു സൊസൈറ്റിയെ വികാരപ്പുറത്തേക്ക് നയിക്കുകയും ഒരു സമൂഹത്തിനൊരു എന്തുണ്ടാക്കും, ഒരു രണ്ട് ധ്രുവീകരണം ഉണ്ടാക്കും. ഭരണാധികാരി പൊളിറ്റീഷ്യൻ ആവുന്നത് ഭരണാധികാരി ആവുന്നത് വരെ മാത്രമാണ്. ഭരണാധികാരി ആയിക്കഴിഞ്ഞാൽ ഭരണാധികാരി ഏകാധിപതിയാണെങ്കിലും ഭരണാധികാരിയാണ്. അയാളുടെ ഭരണം ഒരു സമൂഹത്തിന് മാത്രമേ ഗുണം ചെയ്തിട്ടുള്ളൂ എങ്കിലും സൊസൈറ്റി വളരെ സ്റ്റേബിളായി മുന്നോട്ട് പോകും. ഞാൻ എന്താ പറയുക, ഹുസ്നി മുബാറക്കിനെ അനുകൂലിക്കുന്ന ഒരാളല്ല. 30 വർഷത്തോളം ഹുസ്നി മുബാറക്ക് ഈജിപ്ത് ഭരിച്ചിട്ടുണ്ട്. ഹുസ്നി മുബാറക്കിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സാമ്രാജ്യത്വ ഭരണം നടത്തിയത്. അതിന് എതിരെ അവിടെ മുല്ലപ്പൂ വിപ്ലവം നടന്നു. മുല്ലപ്പൂ വിപ്ലവത്തിന് മുമ്പ് ഞാൻ ഈജിപ്തിൽ പലതവണ പോയിട്ടുണ്ട്, അതിന് ശേഷം പോയിട്ടുണ്ട്. ഇന്ന് ഈജിപ്ത് ദുരന്താണ്. അതായത് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇത്രയേറെ വില വർദ്ധിച്ച ഒരു നാടില്ല. അവശ്യ വസ്തുക്കൾ ജനങ്ങൾക്ക് കിട്ടാനില്ല. ഒരു സ്റ്റേബിളായി കൊണ്ടുപോകാൻ ഹുസ്നി മുബാറക്കിന് കഴിഞ്ഞു. പക്ഷെ ഒരു വിപ്ലവത്തിന് ശേഷം പലപ്പോഴും ഇത് കഴിയൂല. പലരും മുതലെടുക്കും. പുറത്തുള്ള ബാഹ്യശക്തികൾക്കും മുതലെടുക്കാൻ എളുപ്പമാണ്. എന്തുണ്ടായാൽ, വിപ്ലവം ഉണ്ടായാൽ. ഇന്ന് അവിടുത്തെ ജീവിതം ദുരന്താണ്. ഈജിപ്തിലെ ജീവിതം ദുരന്തമാണ്. ലിബിയയിലെ ജീവിതം ദുരന്താണ്. ഇറാഖിലെ ജീവിതം ദുരന്തമാണ്. അതുകൊണ്ട് അതിവൈകാരികതയിലേക്ക് സമൂഹം പോകാൻ പാടില്ല. അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ആലി മുസ്ലിയാരാണെങ്കിലും ആലി മുസ്ലിം തെറ്റാണ്. നമ്മൾ ഇന്ത്യൻ്റെ കാര്യം പറഞ്ഞു, ഈജിപ്തിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇന്ത്യനെ നോക്കിക്കാണാൻ വേണ്ടി കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് പല രീതിയിലുള്ള കൾച്ചറുകൾ, പല രീതിയിലുള്ള മതവിശ്വാസങ്ങൾ, പല രീതിയിലുള്ള ആചാരങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നൊരു രാജ്യമാണ്. അപ്പോൾ ഇതിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റും എന്നുള്ളത് കൊണ്ട് എല്ലാ ആളുകളും ഒരേ പോളിസിയിൽ തന്നെ ഫോളോ ചെയ്ത് പോകും. ചോദ്യം ഒന്നുകൂടി വിശദീകരിക്കും. ഓക്കെ, ഈജിപ്ത് എന്ന് പറഞ്ഞ രാജ്യത്തിൽ കൂടുതൽ ഇസ്ലാമിക് കൾച്ചറാണ്. ഇന്ത്യ മറ്റു വശത്ത് ഒരുപാട് മതങ്ങളും ഒരുപാട് കൾച്ചറും ഒരുപാട് രീതികളും ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണ്. ഇത് പിന്നെ നരേന്ദ്രമോദി എന്നുള്ള ഒരാളുടെ ഭരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു കൂട്ടർക്ക് മാത്രമായിരിക്കും ഉപകാരം ഉണ്ടാക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ഉള്ളിൽ വികാരപരമായിട്ട് മുന്നേറാതെ സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എക്കാലത്തും പോസിബിൾ ആണോ? പിന്നെ മാത്രമല്ല ബാഹ്യമായ ശക്തികൾക്കും ഇതിൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാം. അപ്പോൾ ഇത് സന്തുലിതാവസ്ഥനെ തകർക്കൂലേ? ബാഹ്യമായ ശക്തികളുടെ ഇടപെടൽ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ ഒരു നിയോഗം പോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പാരവശ്യം കൊള്ളേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മൾ ഈ വിവിധങ്ങളായ സംസ്കാരങ്ങൾ, മതങ്ങൾ, ഇത് നരേന്ദ്രമോദിയുടെ കാലത്ത് മാത്രം ഇന്ത്യയിൽ വന്നതല്ല. നമ്മൾ ആയിരക്കണക്കായ ആദിമ മനുഷ്യൻ ഇന്ത്യക്കാരനാണെന്ന് പഠിച്ച ആളുകളെ നമ്മൾ ആദ്യ മനുഷ്യൻ എന്നാൽ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യക്കാരനാണ്. അപ്പോൾ നമ്മൾ ചരിത്രാതീത കാലമായി ആയിരക്കണക്കിന് 10,000-കണക്കായ വർഷങ്ങളായി നിൽക്കുന്ന രാജ്യം, ആ രാജ്യത്ത് ഒരു കാലത്ത് ഒരു മതം മാത്രം ഇവിടെ നിലനിന്നിട്ടില്ല.
വിവിധ മതങ്ങൾ, വിവിധ വർഗങ്ങൾ, വിവിധ ചേരികൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ വർണ്ണങ്ങളെയും ഭക്ഷണങ്ങൾ, വിവിധ രീതികൾ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം അതൊക്കെ പൊതുവായൊരു നിലക്ക് നിലനിന്ന് വന്നത് പോലെ ഇപ്പോഴും വളരെ ഭംഗിയായി നിലനിൽക്കാൻ കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം. നിലനിന്നിട്ടുമുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ട്. പക്ഷേ എല്ലാവരും ഒന്നും സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നത് മാത്രമല്ല, കളിയാക്കുന്ന വിഭാഗമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ എക്സാമ്പിൾ പറയേണ്ടത്. പക്ഷേ ഒരുപാട് പേര് നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഭരണത്തെ. അപ്പോൾ അത് തെറ്റല്ല, അത് തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. ആരോഗ്യപരമായ വിമർശനങ്ങൾ ഒരിക്കലും തെറ്റല്ല, അത് ഗുണകരമാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ ഉദാഹരണം പറയാം, അവർക്കൊക്കെയും നന്നാവാൻ ഉപകരിക്കും. ആരോഗ്യപരമായ സംവാദങ്ങൾ, എതിർപ്പുകൾ, അഭിപ്രായക്കേടുകൾ എല്ലാ വിഭാഗങ്ങളിലും റുഷ്ദുള്ള മനുഷ്യന്മാരുണ്ട്. അത് ഹിന്ദുക്കളിലുണ്ട്. ഇപ്പോൾ എല്ലാവരും വികാരപ്പുറത്താണെങ്കിൽ ഇന്ത്യ എന്നോ അടിച്ചു തീർന്നിട്ടില്ലേ? അപ്പോൾ ഹിന്ദുക്കൾ നല്ല വിവേകമുള്ള ആളുകൾ എക്കാലത്തുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളിൽ ഈ വികാരപ്പുറത്ത് കുറച്ച് ആളുകളുണ്ടെങ്കിൽ പോലും നല്ല വിവേകികളുണ്ട്. ഇവരാണ് സത്യത്തിൽ സമൂഹത്തിൻ്റെ അടിസ്ഥാന ചാലക ശക്തി. ഈ വികാരം ഒരു ഘട്ടത്തിൽ വന്നൊരൊറ്റ പോക്ക് പോകുന്നതാണ്. അടിസ്ഥാന ഒരു സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നത് ഇത്തരം വിവേകികളാണ്. അവർ പരസ്പരം കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തും രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആത്മാവിൽ ശുദ്ധമായി നിലനിൽക്കുന്നൊരു ജനതയാണ്. ആ ജനത ഇവിടെ വിമർശനം നടത്തിക്കോട്ടെ, എന്താ പ്രശ്നം? ഇതിലെന്താ തെറ്റുള്ളത്? ഞാൻ പറയുന്നത് BJPയെയോ ശ്രീമാൻ നരേന്ദ്രമോദിയെയോ വിമർശിക്കാൻ പാടില്ല എന്നല്ല, വ്യക്തിപരമായി അവരെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ അവരുടെ പ്രത്യേകമായ ചില സോഷ്യൽ മീഡിയയിൽ അവരെ കോലം കെട്ടിക്കുകയോ അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ വലിയ ദുരന്തം ഉണ്ടാക്കി വെക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. പുസ്തകം ഇപ്പോൾ ഇന്ത്യൻ്റെ ഫോറിൻ പോളിസീസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനുമായിട്ട് മോഡി അവിടെ പോയി, അവിടെ കൺസർട്ടിൽ പോയി സംസാരിച്ചതും, ഇന്ത്യ മദർലാൻഡാണെന്നും ഇസ്രായേൽ ഫാദർലാൻഡാണെന്നൊക്കെ പറയുന്നുണ്ടായി. ഉസ്താദിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് മുമ്പും ഈ ഇസ്രായേലിനോടുള്ള ഈ ഒരു ബന്ധം ഇത് അമേരിക്കൻ താല്പര്യങ്ങൾ പ്രകാരം മോഡി ഫോഴ്സ്ഡ് ആയിട്ടുണ്ടായതാണോ, അതോ ശരിക്കും ഒരു ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ RSS അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ആൾക്കാർക്ക് എത്നോസെൻട്രിസം നല്ല ഇഷ്ടമുള്ള ആൾക്കാർ, സുപ്പീരിയോറിറ്റി അത് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. അത് ഇസ്രായേലിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നതാണോ? എന്താണ് ഉസ്താദിൻ്റെ ഒരു വ്യൂ ഈ കാര്യത്തിൽ? അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു കാലത്തും 1948 മെയ് 14 ഇസ്രായേലിൻ്റെ പിറവി. അന്ന് മുതൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 രാത്രി നമുക്ക് 14 രാത്രി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് കഴിഞ്ഞൊരു 3/4 വർഷം കഴിയുമ്പോഴാണ് ഇസ്രായേൽ ഉണ്ടാവുന്നത്. 1948 മെയ് 14 ഇസ്രായേലിൻ്റെ ഉദയം. അന്ന് മുതലേ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. ഭരിച്ചതെല്ലാം ഇവിടെ ഹിന്ദുക്കളെ ഭരിച്ചത്. എക്കാലത്തെയും പ്രധാനമന്ത്രിമാർ, ഒരു മുസ്ലിം പ്രധാനമന്ത്രി, ഒരു മുസ്ലിം നാമധാരിയായ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു മുസ്ലിമായ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാകണമെന്നൊരു വാശിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവരൊക്കെ ഏകദേശം നീതിമാന്മാരായി ഭരിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ അവരുടേതായ ഗുണങ്ങൾ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്ര ശരീരത്തിൻ്റെ ആ അടിസ്ഥാന ഘടനയെ അവരാരും നശിപ്പിക്കാതെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം നരേന്ദ്രമോദിയെയും BJPയെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വന്ന പാരമ്പര്യത്തിൽ ഏതായാലും അദ്ദേഹം വരില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഉദാഹരണം BJP മുന്നോട്ട് വെക്കുന്ന നരേന്ദ്രമോദിയൻ താല്പര്യങ്ങൾ പൂർണ്ണമായി ശരിയാണെന്നല്ല ഞാൻ ഈ പറയുന്നതിനർത്ഥം. അതൊരു പ്രത്യേക പീരിയഡിൽ വന്ന വിഷയമാണ്. ജനാധിപത്യപരമായി പ്രതികരിച്ച് നിങ്ങൾ ശക്തിയെ സംഭരിച്ചാൽ സ്വാഭാവികമായി ഇവർ താഴെ ഇറങ്ങേണ്ടി വരികയും ഇസ്രായേലിന് വിരുദ്ധമായ ഒരു മാനുഷിക തലത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. എന്ത് പ്രശ്നമുള്ളത്? അതായത് പഴയകാല നെഹ്റുവിൻ്റെ അന്താരാഷ്ട്ര നയം നമുക്ക് ഒരിക്കലും നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത് സ്വാഭാവികമല്ലേ? അതിനൊന്നും ഇവിടെ പ്രശ്നങ്ങളില്ല. വാദം എനിക്ക് പുതിയ വാദമില്ല. BJP ആകുമ്പോൾ BJPക്ക് BJPയുടെ താല്പര്യം ഉണ്ടാവുമല്ലോ. ഇപ്പം സുപ്പീരിയോറിറ്റി എന്ന അടിസ്ഥാനപരമായി ഇസ്രായേലിനുണ്ട്, ഇവിടെ ചില ശക്തികൾക്കും ഉണ്ട്.
അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ആന്തരിക ഘടനയിൽ നേരത്തെ തന്നെ ബന്ധം ഉണ്ടായിരിക്കാം. അത് സ്വാഭാവികമായി നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ പുതിയ ഇതിലൊക്കെ അതിൻ്റെ സ്വാധീനവും ഉണ്ടാവും, അതേത് സമയത്തും ഉണ്ടാവും. അതൊന്നും ഇവിടെ അവരൊന്നും ഇവിടെ കയറി അടിച്ചത് ആരും കെട്ടിയിട്ടില്ലല്ലോ. അവരൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അധികാരം നേടാൻ നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ മറ്റൊരാളെ കളിയാക്കിയോ അവരുടെ വ്യക്തിഹത്യ നടത്തിയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെതിരെ വികാരം കൊള്ളിച്ച് വർഗീയ ധ്രുവീകരണം നടത്തിയോ അല്ല നമ്മൾ ഇതിനെ മാറ്റേണ്ടത്. പകരം എല്ലാ മനുഷ്യരും ഒന്നായി നിൽക്കണം. എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നല്ലേ? ആരാ ഒന്നല്ലാത്തത്? ഇപ്പോൾ ഉദാഹരണം, ഇപ്പം മതങ്ങളൊക്കെ തിയോളജിക്കലായി മതങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടാണെങ്കിലും മോറൽ സൈഡിൽ മതങ്ങളൊക്കെ ഒന്നാണ്. അപ്പം ആ ഒരു തലത്തിൽ ഹിന്ദുവിൻ്റെ തലം അതന്നെയാണ്. അതായത് ഒരാളും അകാരണമായി ഒരാൾക്കും അനീതി, സൊസൈറ്റിയിൽ നിന്ന് ഒരാൾക്കും അനീതിപ്പെടാൻ പാടില്ല. ഇതിൽ മതങ്ങളൊക്കെ ഒന്നാണ്. ഒരാൾക്കും അനീതി, ഒരാൾ സമൂഹത്തിൽ നിന്ന് ഒരു അനീതി ഏറ്റുവാങ്ങരുത്, ഒരാൾക്ക് അനീതി കൊടുക്കരുത്, നീതി കൊടുക്കണം എന്ന പക്ഷത്തിൽ ഹൈന്ദവ വേദങ്ങളും ഉപനിഷത്തുകളും പ്രമാണങ്ങളും എല്ലാം അടിസ്ഥാനപരമായി മോറൽ സൈഡിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉറപ്പല്ലേ? അതെ. ഇതന്നെയല്ലേ ക്രിസ്ത്യാനിറ്റിയും? ഇതന്നെയല്ലേ ഇസ്ലാം മതവും? لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط. ഞാൻ വേദഗ്രന്ഥം ഇറങ്ങിയത് നിസ്കരിക്കാൻ വേണ്ടി ആണെന്നല്ല പറഞ്ഞത്. എന്തിനാ ഇറക്കിയത്? ലിയഖൂമ الناس بالقسط, ജനങ്ങൾ നീതിയിൽ വർത്തിക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥം വന്നത്. വേദഗ്രന്ഥത്തിന് അത്രമേൽ പ്രധാനപ്പെട്ട പാർട്ടല്ല നിസ്കാരം. നിസ്കാരം വലിയ പാർട്ടാണ്. അടിസ്ഥാനമുണ്ടെങ്കിൽ നിസ്കാരം പ്രധാനമാണ്. അവൻ യഥാർത്ഥ ഭക്തനാണെങ്കിൽ നിസ്കാരം വലിയ കാര്യമാണ്. ഭക്തനല്ലെങ്കിൽ നിസ്കാരം ആക്റ്റാണ്. ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? നിസ്കരിച്ചോളൂ, അതാണ് തഖ്വയുടെ ഏറ്റവും അടുത്ത് നല്ല ഖുർആൻ പറഞ്ഞു. നിങ്ങൾ നീതി ചെയ്യൂ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. അപ്പൊ തഖ്വയോട് ഏറ്റവും അടുത്തത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ദൈവഭയം, അല്ലേ? ദൈവത്തെ സൂക്ഷിക്കൽ, അത് പറ അല്ലേ? ആണ്. ഈ ദൈവത്തെ സൂക്ഷിക്കുക എന്ന ഈ ഒരു ആശയത്തിൽ നിന്ന് നിസ്കാരത്തിൽ നിങ്ങൾക്കത് കിട്ടുന്നത് ഒരു 100ാം ക്ലാസ്സിലാണ്. എന്നാൽ 1ാം ക്ലാസ്സിൽ എന്ത് കിട്ടും? നീതിയുടെ കിട്ടും. ഒരു അമുസ്ലിമോ മുസ്ലിമോ എന്നവിടെ കണക്കില്ല. ഒരാൾക്ക് നിങ്ങൾ നീതി വാങ്ങിക്കൊടുക്കാൻ തയ്യാറായാൽ, അയാളോട് നിങ്ങൾ നീതിയോടെ കൂടെ ഇടപെട്ടാൽ, നിങ്ങൾക്ക് നിസ്കാരത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ തഖ്വ എന്ന ദൈവഭയം അതിൻ്റെ 100 ഇരട്ടി എന്തിൽ നിന്ന് കിട്ടും? പറ, എന്തിന് കിട്ടും? നീതിന് കിട്ടും. വേദഗ്രന്ഥം വന്നത് എന്തിനു വേണ്ടിയല്ല? നിസ്കരിപ്പിക്കാനല്ല. വേദഗ്രന്ഥം വന്നത് എന്തിനു വേണ്ടിയാണ്? നീതിക്കാണ്. ഇതാണ് രാമായണം, ഇതാണ് മഹാഭാരതം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതാണ് കൃഷ്ണൻ ഉപദേശിക്കാണ്. ആരെ? വില്ല കുലക്കാൻ മടിച്ചു നിൽക്കുന്ന അർജുൻ ഉപദേശിക്കാണ് കൃഷ്ണൻ. എന്താണ്? എപ്പോഴാണ് ദൈവാവതാരങ്ങൾ ഉണ്ടാവുക? എപ്പോൾ ധർമ്മം നശിക്കുന്നുവോ. അപ്പം മോറൽ സൈഡാണ് അവരൊക്കെ പറഞ്ഞത്. മോറൽ സൈഡിൽ മതങ്ങളൊക്കെ ഒന്നാണ്. ആണോ? അല്ലേ? അപ്പൊ ഈ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് വിഭജിക്കാമെങ്കിലും മോറൽ സൈഡിൽ വിഭജിക്കാൻ കൊള്ളൂല. മോഷ്ടിക്കണം എന്ന് പറയുന്ന ഒരു മതമില്ല. മനസ്സിലായില്ല? ഹിന്ദുമതം മോഷ്ടിക്കൽ സമ്മതിക്കോ? അന്യ ഒരുത്തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യാൻ പോയിട്ട് അന്യ ഒരുത്തന്റെ ഭാര്യയിലേക്ക് മുഖം ഉയർത്തി നോക്കാൻ സമ്മതിക്കോ? ഹിന്ദുമതം സമ്മതിക്കോ? ഇല്ല. ക്രിസ്തുമതം സമ്മതിക്കോ? ഇല്ല. പലിശ വാങ്ങാൻ ക്രിസ്തുമതം സമ്മതിക്കോ? യേശു എന്ന് പറഞ്ഞാൽ പൊതുവെ ദൈവദൂതന്മാർക്കിടയിൽ ഒരു പാവത്താനായി കണക്കാക്കപ്പെടുന്ന പ്രവാചകനാണ്. ആര്? യേശു. ഇസ്ലാമിക് കൺസെപ്റ്റ് അനുസരിച്ച് സാധുവായ ഒരു നല്ല മനുഷ്യൻ, ഒരു സാധു, അങ്ങനെയാണ്. അതാണ് യേശുവിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അടിസ്ഥാനപരമായ യേശുവിൻ്റെ ഗുണം അങ്ങനെയാണ്. അതേ യേശു എന്ത് ചെയ്തു? ജെറൂസലേമിലെ വലിയ പള്ളിയിൽ
പലിശക്കാരായ കച്ചവടക്കാരുണ്ടായിരുന്നു, അവരെ എന്ത് ചെയ്തു? ചാട്ടവാർ അടിച്ചോടിച്ചു. ആരെ? പലിശക്കാരെ, പലിശ കച്ചവടം നടത്തിയവരെ ജെറൂസലേം പള്ളിയിൽ നിന്ന് അടിച്ചോടിച്ചു. പലിശ കച്ചവടക്കാരെ ആരടിച്ചോടിച്ചു? പാവത്താനായി നമ്മൾ കണക്കാക്കുന്ന ആര്? യേശു. അപ്പൊ പലിശ മോറൽ സൈഡിൽ തെറ്റല്ലേ? അത് പലിശ തെറ്റാണ് ഹിന്ദു മതത്തിൽ, പലിശ തെറ്റാണ് ഇസ്ലാം മതത്തിൽ, പലിശ തെറ്റാണ് ഹിന്ദു മതത്തിൽ. ക്രിസ്തു മതത്തിൽ മോഷ്ടിക്കൽ, പെണ്ണിനെ ഉപദ്രവിക്കൽ, അച്ഛനെ അമ്മയും ബാപ്പയും ഉമ്മയും പരിചരിക്കാതിരിക്കൽ മോറൽ സൈഡ് തെറ്റാണ്. അപ്പൊ മോറൽ സൈഡിൽ മതങ്ങളെല്ലാം ഒന്നാണ്. അപ്പൊ ഈ മതങ്ങൾക്കൊക്കെ ഇനിയും യോജിക്കാൻ സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. തിയോളജിക്കലി ഒന്നാകണമെന്നില്ല. നമ്മൾ ഈ അനൈക്യത്തിൻ്റെയും പരസ്പരമുള്ള വിദ്വേഷത്തിൻ്റെയും ചേരിതിരിവിൻ്റെയും ഭാഗം മാത്രം നോക്കിപ്പോകരുത്. ഇതൊക്കെ തമ്മിൽ യോജിക്കാനുള്ള തലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മോറൽ സൈഡ് അത് ഉദാഹരണം പറയാം, നരേന്ദ്രമോദി ഒരു അനീതി ചെയ്താൽ ഒന്നോ രണ്ടോ ഹിന്ദു BJP ആയതിൻ്റെ പേരിൽ ചിലപ്പോൾ എല്ലാ BJP അതും അംഗീകരിക്കൂല. ഞാൻ അയാൾ അനീതി ചെയ്തു എന്ന് പറയല്ല കേട്ടോ, ഞാൻ പറയാ സപ്പോസ് നരേന്ദ്രമോദി ഒരു അനീതി ചെയ്തു പോയാൽ, അപ്പോൾ അത് അനീതിയാണെങ്കിൽ ഏതോ ഒന്നോ രണ്ടോ BJP തലക്ക് പിടിച്ച ചില ആളുകൾ അതിനെ ന്യായീകരിച്ചേക്കാം. എന്നാൽ ആ വിഭാഗത്തിൽ പോലും അത് ശരിയല്ല എന്ന് പറയുന്നവർ ഉണ്ടാകും. അത് മൊറാലിറ്റിയാണ്. അപ്പൊ ഈ ഒരു ചരടിൽ എപ്പോഴും നമുക്ക് ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ കഴിയും. നമ്മളെ പരസ്പരം അകലാനുള്ള വഴിയല്ല പ്രബോധകൻ നോക്കേണ്ടത്. പ്രബോധകൻ എപ്പോഴും സെൻട്രൽ പൊസിഷനിലാണ് നിൽക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ BJP ആണോ? അങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക്? അല്ല, അങ്ങനെ പറയാറുണ്ട്. എന്നെ പറ്റി എന്തൊക്കെ പറയുന്നതിന് കണക്കില്ല. ചിലർ പറയും അയാൾ ഇസ്രായേലി ചാരനാണ്, അതേ സമയത്ത് അവർ പറയും അയാൾ ഷിയാചാരനാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ ആവാന്ന് എനിക്കറിയില്ല. അയാൾ ഇസ്രായേലി ചാരനാണെങ്കിൽ പിന്നെ അയാൾ ഷിയാചാരനാകാൻ വഴിയില്ല, ഷിയാചാരനാണെങ്കിൽ ഇസ്രായേലി ചാരനാകാൻ വഴിയില്ല. ഞാൻ രണ്ടും ആരോപിക്കപ്പെടുന്ന ഒരാളാണ്. ഇതൊക്കെ കാരണം എന്താ? നമ്മൾ സെൻട്രൽ പൊസിഷനിൽ നിൽക്കുക. നമ്മൾക്ക് സമൂഹത്തിന് വേണ്ട നന്മയാണ്. ഇനി എത്ര കാലം ഈ ലോകം ഉണ്ടാവും അറിയില്ല. ഇനി 1000 വർഷം ലോകത്തിന് നീട്ടിക്കൊടുക്കാൻ അള്ളാഹു യോഗ്യനല്ലേ? അപ്പം നമ്മൾ ഇതിനിടയിൽ വന്ന ഒരാൾ മാത്രമാണ്. നമ്മൾ ഈ സ്റ്റേബിളായ സൊസൈറ്റിയുടെ ഒഴുക്കിനെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. അത് ഞാനൊരു പ്രബോധകനാണ്. എത്ര താഴേക്കടയിലുള്ളവരാണെങ്കിലും ഒരു പ്രബോധകനാണല്ലോ. ഞാൻ പറയുന്ന നന്മകൾ ജനങ്ങൾ ഏറ്റുപിടിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ തിന്മകൾ ദുരുപയോഗപ്പെടുത്താൻ 1000 ആളുണ്ടാവും. അത് സമൂഹ ശരീരത്തെ നശിപ്പിക്കും. ശരിയല്ലേ? ഞാൻ നന്മ പറഞ്ഞാൽ, പിന്നെ നന്മക്ക് പൊതു സ്വഭാവം അങ്ങനെയാണ്. നന്മയിൽ നിങ്ങളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ നാക്ക് നല്ല രൂപത്തിലൊരു ക്ലാസ് എടുത്താൽ അതൊരു 1000 ആൾ 2000 ആൾ 3000 ആൾ കാണും. എവിടെയെങ്കിലും നാവിലൊരു പിഴവ് സംഭവിച്ചാൽ അത് ആ ക്ലാസ് കഴിയുമ്പോഴത്തേന് 10,000 കണക്കിന് ആൾ കാണും. അതതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ കണ്ടക്സ്റ്റ് മാറിപ്പോയ കുറെ കാര്യങ്ങളുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കൃത്യമായിരിക്കും. പക്ഷെ അതിനെ നടുവിന്ന് വെട്ടും ചില ആളുകൾ. വെട്ടിക്കൊണ്ടുപോയാൽ അതിനെ പിന്നെ എന്തു ആക്കാം. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും? അങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ജ്യൂസ് വിവാദം. അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതെന്താ അവസ്ഥയെങ്കിൽ പിന്നെ നിലമ്പൂർ ഭാഗത്തെ അവിടെ ഒരു കാളിമാർക്കൊരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവർ എന്നോട് വന്നിട്ട് പിന്നെ കൊറോണ സമയം തുടങ്ങുന്ന സമയത്തോ മറ്റോ ആണ് ആ സംഭവം. അതായത് എനിക്ക് തോന്നുന്നു 2000 ആ ഒരു സമയത്താണ്, 2022 21 അങ്ങനെ ഏതോ ആ സമയത്ത് 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ എന്നോട് വന്ന് പറഞ്ഞു, പിന്നെ ക്യാൻസർ അധികരിക്കാൻ നമ്മളെ മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ചു. കാരണം ജീവിതശൈലിയിൽ വന്ന വ്യത്യാസം. വലിച്ചു വാരി തിന്നുക, നാച്ചുറൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. നമ്മൾ ഏതോ നാട്ടിൽ ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് മുസ്ലിങ്ങളിൽ നമ്മളെ മഹല്ലുകളിലൊക്കെ ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിച്ച് നോക്കുമ്പോൾ അനവധി ക്യാൻസർ രോഗികളാണ്. ഇപ്പോൾ എന്താ പറയുക, തിരുവനന്തപുരത്തെ ക്യാൻസർ സെൻ്ററിലേക്ക് പോകാൻ വേണ്ടി ഒരു ബോഗിയാണ്, മലബാറിൽ നിന്ന് ഒരു ബോഗി നിറച്ച ആളുകളുണ്ടാവും ദിവസം. അപ്പം നമ്മളെ ഭാഗത്തെ കുറിച്ച് കൂടുതൽ ക്യാൻസർ രോഗികളുണ്ട്.
അതുകൊണ്ട് അത് പള്ളിയിൽ വെച്ച് 2, 3, 4 വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ജുമാക്ക് വന്നവർ കേൾക്കും, അവർ വീട്ടിൽ പോയി സംസാരിക്കും, അപ്പോൾ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ എങ്ങനെ ക്യാൻസറിനെ പ്രതിരോധിക്കാം എന്ന കാര്യത്തിൽ നിങ്ങളൊരു 2-3 മണിക്കൂറുള്ളൊരു സ്പീച്ച് നടത്തി തന്നാൽ ഞങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് വെള്ളിയാഴ്ച ഞങ്ങളെ മഹല്ലുകൾ, ഞങ്ങൾക്കതിനെക്കുറിച്ചൊരു ഗ്രാഹ്യതയില്ല, നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞു. അവർ 40ഓളം മഹല്ലുകളുടെ പ്രതിനിധികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങളെ മഹല്ലിലെ പള്ളിയിലെ ഉസ്താദ് നിർബന്ധമായിട്ട് പങ്കെടുക്കണം, മുക്രി പങ്കെടുക്കണം, മുക്രിയിൽ വീടുകളിലൊക്കെ ബന്ധമുണ്ട് മുക്രിമാർ. പിന്നെ സദർ മുഅല്ലിമീങ്ങൾ പങ്കെടുക്കും. മുഅല്ലിമീങ്ങൾ പങ്കെടുത്താലും ഒരു 100-400 ആളെ കൂട്ടി വന്നാൽ ഞാനതിന് ആ ഏരിയയിലൊക്കെ മുഅല്ലിമീങ്ങളൊക്കെ ഒരു വലിയ സംഭവം ഉണ്ടാവും. സാധാരണക്കാരെ പങ്കെടുപ്പിക്കേ വേണ്ട. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന കണ്ടന്റ് സാധാരണക്കാർ കേൾക്കണ്ട, കാരണം അവരോടാണല്ലോ ഇത് പറയുന്നത്. അത് മൂല്യം അവിടുന്ന് കേട്ട് പഠിച്ചു വരാന്ന് പറയണ്ട. അപ്പം നിങ്ങൾക്ക് അത് രഹസ്യമായി പറയുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പുറത്തേക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വിട്ടോളൂ. നിങ്ങളെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ മഹല്ലിലെ ആളുകൾ തന്നെ കേട്ട് പിന്നെ പുതുമ നഷ്ടപ്പെട്ടു. അപ്പോൾ ആളുകൾ 2-3 ഞാൻ 2-3 മണിക്കൂർ നടത്തുന്ന പ്രഭാഷണം ഒരു 4-5 വെള്ളിയാഴ്ച നിങ്ങൾക്ക് പറയാൻ കഴിയും. ആളുകൾ കൃത്യമായി നേരത്തെ വരും. കാരണം ഇത് മനുഷ്യന് ആരോഗ്യം എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇന്നലത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ രാവിലെ വെള്ളിയാഴ്ച പ്രഭാഷണം ഉണ്ട് അള്ളാഹ് എന്നുള്ള. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായി ചില സാധനങ്ങൾ വർജിക്കണം. 1 പഞ്ചസാര വർജിക്കാത്തൊരു ക്ലാസ്സിന് വരരുത് എന്നൊക്കെ ഇന്നലെ ഞാൻ കർശനാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നതുപോലെ അപ്പോൾ അവർ വന്നിരുന്നപ്പോൾ ഞാൻ എന്താണ് അടിസ്ഥാനപരമായി ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്നത് പഠിപ്പിച്ചതാണത്. അത് പലതും പറഞ്ഞിട്ടുണ്ട്. അത് 2 മണിക്കൂർ നീണ്ട വലിയൊരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണം കേട്ട ആളുകൾ മുഴുവനും അതേക്കുറിച്ച് പറഞ്ഞ നല്ല അഭിപ്രായങ്ങളും കമൻറ്റുകളും അതിൻ്റെ താഴെയുണ്ട്. അതൊരു മാസ്റ്റർ പീസായ പ്രഭാഷണം എൻ്റെ ജീവിതത്തിൽ. പക്ഷെ അതിനിടയിൽ എന്ത് വന്നു, ജ്യൂസ് എന്ന് അത് നമ്മളിപ്പോൾ പറയുമ്പോൾ തുടങ്ങുന്ന ശൈലിയാവില്ല. എൻഡിൽ ചിലപ്പോൾ നല്ലൊരു എന്തായിട്ട് നല്ല സ്ലോലി അതങ്ങോട്ട് എന്തായാലും ലാൻഡ് ചെയ്താലും ഇടയിൽ കുറച്ച് ഏരിയയിലൊക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക ഒക്കെ ശക്തമായി സംസാരിക്കും. അങ്ങനത്തെ ഒരു ഏരിയയാണ് എന്ത്, ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് കഴിക്കാൻ പാടില്ലാത്തൊരു സാധനം. കാരണം പഴങ്ങൾ എന്ന് പറഞ്ഞാൽ പഴത്തിനെ ഇനി വ്യത്യാസപ്പെടുത്താനേ പാടില്ല. പഴം റെഡി ടു ഈറ്റാ, പഴം കഴിക്കാം. ഇപ്പം ഷുഗർ പേഷ്യൻസ് എന്ത് ചെയ്യും, പഴത്തെ പുഴുങ്ങും. ഞാൻ അതിനെതിരാണ്. എനിക്ക് ഷുഗർ ഉണ്ട്, ഞാൻ പഴം പുഴുങ്ങൂല. എന്തുകൊണ്ട്? പഴത്തിൻ്റെ ഒരു നാച്ചുറാലിറ്റി ഒരിക്കലും ഇല്ലാതാക്കരുത്. അത് ഷുഗർ കാരണം കഴിക്കാം, കണ്ടന്റ് കൂട്ടരുതെന്നേ ഉള്ളൂ. നമ്മളുള്ള തണിമത്തനൊക്കെ കഴിച്ചിട്ട് ഷുഗർ കൂടിയാറുണ്ട് കാര്യമല്ല. അതിനൊരു ഷുഗർകാരനൊരു അളവുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ചക്കപ്പഴം വളരെ നല്ല സാധനമാണ്. പക്ഷേ ഷുഗർ കൂട്ടും. മാങ്ങ നല്ലതാണ്, ഷുഗർ കൂട്ടും. പക്ഷെ എപ്പോഴാണ് ഷുഗർ കൂട്ടുക? അതിൻ്റെ അളവ് കൂടുമ്പോൾ. അളവില്ലെങ്കിൽ മാങ്ങ നാച്ചുറൽ ഫ്രൂട്ട്സ് മുഴുവനും എന്താണ്, ഖുർആൻ പോലും വഫാകിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തുഅത്തിൻ വലാ മംനുഅ വഫുറുഷിൻ മർഫുഅ, ഖുർആൻ പോലും എന്താ പറഞ്ഞത്, പഴങ്ങളെ പറഞ്ഞിട്ടാണ് മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ പറയുന്നത് ഖുർആനിൽ. സ്വർഗത്തിൽ മനുഷ്യൻ ആദ്യം എന്ത് കൊടുക്കുന്ന പറയുന്നത്? പഴങ്ങളാണ്. അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാന പഴങ്ങളാകട്ടെ അതിൻ്റെ നാച്ചുറാലിറ്റി അങ്ങനെ കഴിക്കലാണ്, റെഡി ടു ഈറ്റാണ്. അപ്പോൾ അതിനെ ജ്യൂസാക്കി കഴിക്കരുത്. ഇനി ജ്യൂസാക്കി കഴിക്കേണ്ടി വന്ന ഒരു രോഗിക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. ഉദാഹരണം, പഴച്ചാറ് കഴിക്കാൻ വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പഴം കടിച്ചു മുറിച്ച് തിന്നാൻ കഴിയില്ല, അപ്പോൾ പഴച്ചാറ് കഴിക്കേണ്ടി വന്നു. പഴച്ചാറ് നല്ലതല്ല. പഴച്ചാറ് കഴിക്കുമ്പോൾ പഴച്ചാറ് അരിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടന്റ്, അതിൽ ധാരാളം മിനറൽസ് ഉണ്ട്, ഫൈബർ കണ്ടൻസ് ഉണ്ട്. ഇതൊക്കെ അതേപോലെ അങ്ങോട്ട് വയറ്റിൽ ചെന്നാൽ മാത്രമേ അതിൻ്റെ പ്രോസസ്സിങ് കൃത്യമായി നടക്കുകയും ആരോഗ്യവത്തായ ശരീരം ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് ജ്യൂസ് കഴിക്കരുത് എന്ന് പറയും. പ്രത്യേകിച്ച് ജ്യൂസ് എന്നത് കൊണ്ടുവരുന്നത് ഈ അടുത്ത കാലത്ത് ജ്യൂസ് മെഷീൻ കണ്ടെത്തുന്നത് തന്നെ ആരാണ്? ഒരു ജൂതനായിരുന്നു എന്ന ചരിത്രം സ്വാഭാവികമായി ഉദ്ധരിച്ച് പറഞ്ഞാൽ അത് അവിടെ മാത്രം അങ്ങോട്ട് വെട്ടിയിട്ട് അത് പ്രശ്നം ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചാൽ ഇത്രയും അടിപൊളിയായിട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ ഈ ഒരു കാര്യം മാത്രം എങ്ങനെയായി അങ്ങനെ അത് വഴിന്ന് വെട്ടിയതാണ്. അത് എന്താ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ
തുടക്കത്തിൽ വെട്ടിക്കൂടെ? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാന്ന് പിന്നെ എൻ്റെ അപ്പുറത്തുനിന്ന് വെട്ടിയാൽ അത് നിരീശ്വരവാദ. എന്താ ലാ ഇലാഹ, ഒരു ഇലാഹു ഇല്ല, അത് നിരീശ്വരവാദല്ലേ? നടുവന്ന് വെട്ടുക എന്നുള്ളത് സ്വാഭാവികമായും. പിന്നെ ഒരു ഏരിയ മൊത്തം വെട്ടണം, അത് ചെറിയ കണ്ടന്റ് വെട്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതിപ്പോൾ ഏത് പ്രഭാഷണത്തിലുണ്ടാവും. ഇപ്പോൾ ഉസ്താദിൻ്റെ റീസെൻ്റ്ലി ഒരുപാട് വൈറലായ വീഡിയോ ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ വാറിനെ കുറിച്ച്, ഇറാനുമായുള്ള വാർ നടന്നേ തീരും എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സീസ് ഫയറിലാണ് നിൽക്കുന്നത്. ഉസ്താദ്, ഈ യുദ്ധം ഇനിയും ആരംഭിക്കുമോ? ഈ യുദ്ധം ഇനി ഈ യുദ്ധത്തിന് ആരംഭിക്കുമോ എന്ന ചോദ്യത്തിന് പോലും അർത്ഥമില്ല. ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഈ യുദ്ധം നീണ്ടു നിൽക്കാനാണ് സാധ്യത. അതിൻ്റെ അർത്ഥം എന്നും യുദ്ധം നടക്കുമെന്നല്ല. ഈ യുദ്ധത്തിന് പെട്ടെന്നൊരു വിരാമം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ റീസെൻ്റ്ലി ചിലപ്പോൾ താൽക്കാലികമായ ശമനമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ലാത്തതാണ് അമേരിക്ക ചെയ്തത്. അതായത് ഇറാൻ്റെ ആത്മീയ നേതാവിനെ അവർ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഇമാം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സമ്മതി. ഇപ്പം കാത്തലിക്സിനെ സംബന്ധിച്ചിടത്തോളം റോമിലെ പോപ്പിന് എത്ര വലിയ പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ പ്രാധാന്യമാണ് ഷിയാക്കൾക്ക്. ആർക്ക്? ഇമാമിന്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കാത്തലിക്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ഫാദറാണ് ആര്? പോപ്പ്. പക്ഷെ അതേസമയത്ത് പോപ്പിനെതിരെ പറയുന്ന കാത്തലിക്സ് ഉണ്ട്. ഷിയാക്കൾ അങ്ങനെയല്ല. ഷിയാക്കൾക്ക് അതിനേക്കാൾ വലിയ ഒരു വൈകാരിക അടുപ്പവും ബന്ധവുമുള്ള വ്യക്തിയാണ് ഈ പ്രത്യേകിച്ച് അലി ഖാംനായി എന്ന് പറഞ്ഞാൽ 40 വർഷത്തോളം എന്തൊക്കെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഉണ്ടായിട്ടും അതിനെ പൊട്ടാതെ പൊളിയാതെ ആ രാജ്യത്തെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോയൊരു വ്യക്തിയാണ് അലി ഖാംനായി. ശരിയും തെറ്റും അവർക്കൊക്കെ ഉണ്ട്. തിയോളജിക്കലി അവരുടെ തിയോളജി നമ്മുടെ തിയോളജി രണ്ടാണ്. നമ്മൾ ഒരിക്കലും ആ സൈഡിലല്ലതാണ്. അപ്പോൾ ഞാൻ ഇറാൻ്റെ സൈഡിലേക്ക് നമ്മുടെ യൂത്ത് മാറുന്നതിൻ്റെ തെറ്റ് ഞാനൊരു പ്രഭാഷണത്തിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഞാൻ പിന്തുണക്കുന്നില്ല. പക്ഷേ അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പോൾ അവരോട് ചെയ്തത് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത ഇല്ല. ഉദാഹരണം പറയാം, നെപ്പോളിയൻ 1800 തുടക്കത്തിൽ വന്ന് ഈജിപ്ത് കൈവശപ്പെടുത്തി. നെപ്പോളിയനോട് നല്ല നിലക്കും ശരിയായ നിലക്കും ശരിയല്ലാത്ത നിലക്കൊക്കെ എതിരിട്ട ആളുകൾ, അഭിമുഖീകരിച്ച ആളുകൾ ഈജിപ്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചെന്നാൽ നെപ്പോളിയൻ്റെ ഭരണം ക്ലാപ്പർ എന്ന ആളെ തൻ്റെ ഗവർണറാക്കി നിർത്തിയിട്ടാണ് നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചെന്നാൽ ക്ലാപ്പർ എന്ത് ചെയ്തു? ക്ലാപ്പർ അസർ ഷെരീഫിൻ്റെ പഠനം നിർത്തിക്കളഞ്ഞു. 1000-ഓളം വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയാണ്, മതപരമായ യൂണിവേഴ്സിറ്റിയാണ് എന്ത്? ഈജിപ്തിലെ അസർ ഷെരീഫ്. അത് ഈജിപ്തിലെ ഓരോ വ്യക്തികളെയും വികാരപ്പുറത്ത് ചിന്തിപ്പിച്ചു. ക്ലാപ്പർ പിന്നെ ഒരു തോട്ടത്തിൽ വിശ്രമിക്കവേ ഒരു ഈജിപ്ഷ്യൻ പോയിട്ട് ക്ലാപ്പറെ കുത്തിക്കൊല്ല ചെയ്തത്. അതോടുകൂടെ തന്നെ സൈന്യം ചിതറി. പിന്നെ മുഹമ്മദ് അലി പാഷയുടെ സൈന്യം വന്ന് അവരെ തോൽപ്പിക്കാൻ എളുപ്പമായി. അടിസ്ഥാനപരമായി ഈ പ്രശ്നം എവിടെയാണ് ഉണ്ടായത്? വികാരപ്പുറത്ത് വികാരം കൊള്ളിച്ചു. കാരണം അസർ ഷെരീഫ് എന്തൊക്കെയാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. അത് ക്ലാപ്പർക്കും നെപ്പോളിയൻ്റെ പിൻഗാമികൾക്ക് വന്ന ഒരു അബദ്ധമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഉസ്താദ്, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഗ്രേറ്റ് അതിൻ്റെ മുമ്പ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ടൊരു ചോദ്യം. ഇപ്പോൾ ഈ അമേരിക്ക ഇടപെട്ട് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു ഇസ്രായേലിൻ്റെ നെതന്യാഹുവിൻ്റെ താല്പര്യത്തിൽ പിന്നെ ഇപ്പോൾ എപ്സ്റ്റൈൻ ഫയൽസിനെ കുറിച്ച് ഉസ്താദിനെ അറിയുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പറയുന്നത് ട്രംപ് അതിലുണ്ടെന്നാണ്. ട്രംപിനെ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ്, സമ്മർദ്ദം ചെലുത്തിയാണ് നെതന്യാഹു ഈ ചെയ്യുന്നതെല്ലാം എന്നാണ് പറയുന്നത്. ബിക്കോസ് ട്രംപ് ഒരു യുദ്ധവിരുദ്ധമായിട്ടാണ് ഫസ്റ്റ് ടൈമിലെല്ലാം നിന്നിരുന്നത്. സെക്കൻഡ് ടൈമിൻ്റെ ഫസ്റ്റും അങ്ങനെ തന്നെ പറയുന്നത് ലോകത്തെ യുദ്ധമൊക്കെ നിർത്തണം, ഫലസ്തീൻ പ്രശ്നം തീർപ്പാക്കണം, സീസ് ഫയർസൊക്കെ കൊണ്ടുവന്നു ട്രംപ്. അപ്പോൾ ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു ആകെ വാറ് നടക്കുന്നൊരു ടൈമാണ്. എത്ര കൺട്രീസിലാണ് പോയിട്ട് ബോംബ് വീണത്. അപ്പോൾ ഉസ്താദ് ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല, നെതന്യാഹു സമ്മർദ്ദം ചെലുത്തിയിട്ടാണ്? ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അടിയിലൊരു 3ാം ഗ്രൂപ്പുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ 3ാം ഗ്രൂപ്പ് ഇവരെ നിയന്ത്രിക്കുന്നുണ്ട്. ആരെ?
ഈ അന്താരാഷ്ട്ര ശക്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്നുണ്ടാവാം. മേ ബി അതിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഓരോ സന്ദർഭത്തിൽ ഇവർക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. ഒരു മൂന്നാം ഗ്രൂപ്പ് ഇവരെ നിയന്ത്രിക്കുന്നുണ്ടാവാം. അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഇനിയും കുറച്ച് കാലം കഴിയും. ഉദാഹരണം പ്രത്യേകിച്ച് നമ്മൾ റീസെൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യത്തും കണ്ണിൻ്റെ മുന്നിൽ ഇന്ന് നടക്കുന്ന കാര്യം കൊണ്ട് നിങ്ങൾ വിധി എഴുതരുത്. എന്തുകൊണ്ട്? ഞാൻ ഈ അടുത്ത നടത്തിയ ധാരാളം പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രഭാഷണത്തിൻ്റെ വളരെ കൂടുതൽ പ്രഭാഷണം ആ വിഷയത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. മറ്റൊരാൾ നടത്തിയത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ഒരു വീക്ഷണം ദുഹാൻ 1.25 നൂറ്റാണ്ടായി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ വീക്ഷണം. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ ആവോ? അതായത് ലോകാവസാനത്തിന് മുമ്പ് ദുഹാൻ എന്നൊരു സംഭവം വരും. ദുഹാൻ എന്ന വാക്കിന് അറബി അർത്ഥം പുക. അപ്പൊ ഈ 10 അടയാളങ്ങളിൽ പെട്ടതാണ് എന്ത്? പുക. 10 അടയാളങ്ങളിൽ പെട്ടതാണ് ദുഹാൻ. ഏത് കാര്യത്തിനും അതിൻ്റെ ഫിസിക്കലി തലവുമുണ്ട്, സ്പിരിച്വലി തലവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു ഫിസിക്കലി ദുഹാനിന് ലോകത്ത് വരുന്നതിന് ഞാൻ എതിരല്ല, വന്നേക്കാം. പ്രത്യേകിച്ച് പൊല്യൂഷൻ്റെ പ്രശ്നം ലോകത്തൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. സൊസൈറ്റി ഉള്ളിടത്തൊക്കെ എന്തുണ്ടാവുക? ഒരു പുക ഒരു മൂടൽ, മനസ്സിലായില്ലേ? മൂടൽ ലോക രാജ്യങ്ങൾ ഇപ്പം ഡൽഹിയിലൊക്കെ മലിനീകരണം, ഒരു പൊല്യൂഷൻ്റെ പ്രശ്നം. അതാണ് ഫിസിക്കലി പുക. അതാ ഇനി ലോകത്ത് അധികരിച്ചേക്കാം. അതേ സമയത്ത് സ്പിരിച്വലി പുക എന്ന് പറഞ്ഞാൽ എന്താ പുക? അതിനാൽ ഉണ്ടായിത്തീരുന്നതാണ് സ്പിരിച്വലി പുക. എന്താ പുക ഉണ്ടായ പ്രശ്നം? പുക ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ദൂരത്തൊരു പുക കാണുകയാണെങ്കിൽ നിങ്ങൾ ആ പുകയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആനയായി സങ്കല്പിക്കാം. വ്യക്തത ഉണ്ടാവൂല. ആളെ ആനയായും ആനയെ ആളായും മനസ്സിലാക്കും. മനുഷ്യനെ പട്ടിയായി മനസ്സിലാക്കും. 2 ചെവിയനെ 4 ചെവിയനായി മനസ്സിലാക്കും. മനുഷ്യനെ പിശാചായി മനസ്സിലാക്കും. ഇതിനാണ് എന്ത് പറയാ? ദുഹാൻ. എൻ്റെ വീക്ഷണപ്രകാരം 1900 കൂടെ ദുഹാൻ ആരംഭിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വീക്ഷണം. അപ്പം ദുഹാൻ ആരംഭിച്ച് സ്പിരിച്വലി ദുഹാൻ ആരംഭിച്ചിട്ട് എത്രയായി? 1.25 നൂറ്റാണ്ടിൽ ഏറെയായി. ഇനി ദുഹാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ദുഹാന്റെ കാലഘട്ടത്തെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ യുസദ്ദഖുൽ കാദിബു വയുകസ്സബു സ്വാദിഖു. നേര് പറയുന്നവനെ കളവായി ചിത്രീകരിക്കപ്പെടും, കളവ് പറയുന്നവനെ നേരായി ചിത്രീകരിക്കപ്പെടും. അപ്പോൾ ഉദാഹരണം, ഒരാൾ പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ യഥാർത്ഥമാണെന്ന് തോന്നിയാലും ദുഹാൻ കാലഘട്ടത്തിൽ അയാൾ അയാഥാർത്ഥ്യമാണെങ്കിലും യാഥാർത്ഥ്യമായ രൂപത്തിൽ പറയാൻ അയാൾക്ക് കഴിയും. ഈ 1900 എന്ന് പറയാൻ കാരണം വേൾഡ് വാർ 1 ഞാൻ വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ ലോകത്തിന് ചേഞ്ച് അതോടുകൂടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരു ഉള്ളറിവാണ്. അതിന് നിങ്ങൾക്ക് തെളിവ് തരാൻ എനിക്ക് കഴിയില്ല. ഞാൻ ലോകത്ത് മാറ്റം വന്നു. ലോകത്തിന് മുഴുവൻ മാറ്റം വരുന്നത് ഇപ്പോൾ സയനിസം വരുന്നത് 1897 1897 മനസ്സിലായില്ല. പിന്നെ സയനിസം വരുന്നത്. പിന്നെ 1914 എന്ത് വരുന്നത്? ഫസ്റ്റ് വേൾഡ് വാർ വരുന്നത് 1914 ഫസ്റ്റ് വേൾഡ് വാർ വരുന്നത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ വളരെ വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതോടുകൂടി ഒരു സയനിസം എന്ന് പറഞ്ഞ ഒരു പുകയാണ്. ലോകത്തെ മുഴുവനും യാഥാർത്ഥ്യങ്ങളെ അയാഥാർത്ഥ്യമാക്കാനും അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമാക്കാനും അനിതര സാധാരണമുള്ള കഴിവുള്ളൊരു സൊസൈറ്റിയാണ് എന്ത്? സയനിസം. അവർ ഇതുവരെ അതാ ചെയ്തത്. അപ്പോൾ ഒന്നിനെയും നിങ്ങൾ യഥാർത്ഥമായി എടുക്കരുത്. അതിൻ്റെ പിന്നിലൊക്കെ പലതും പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. ഇതൊരു അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ നമ്മളീ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പല താല്പര്യങ്ങളും ഉണ്ടായിരിക്കാം. ഇപ്പം നെതന്യാഹു താഴെ പോകുമെന്ന ഘട്ടം വന്നു. ആ ഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നെതന്യാഹുവിനെ പിടിച്ചെടുക്കാൻ കഴിയും. ഞാൻ പറയുന്നത് ഹമാസും അവരുടെ ഇന്റർ പൊളിറ്റിക്സും തമ്മിൽ ബന്ധമുണ്ട് എന്നല്ല, ഇല്ല എന്നല്ല, ഉണ്ടോയെന്ന് എനിക്കറിയൂല.
ഇല്ലാന്ന് എനിക്കറിയൂല, അല്ലാഹു ആലം, എനിക്കറിയൂല. ഉസ്താദ് പറയുന്നത് അതായത് നെതന്യാവും ഹമാസും ഞാൻ ബന്ധമുണ്ട് എന്നല്ല പറയുന്നത്, ഇല്ലാന്നല്ല പറയുന്നത്. ഇപ്പൊ അടുത്ത ടക്കർ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അവരുടെ ഔദ്യോഗിക ഉള്ളിലുള്ള അവരുടെ രാഷ്ട്രീയ താല്പര്യവും ഹമാസും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് എനിക്കറിയൂല, ഇല്ലാന്നും എനിക്കറിയൂല. പക്ഷെ ഒരേ സമയത്താണ് ഇത് വരുന്നത്. ചിലപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടം അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ ഈ വേറെന്തോ ഒരു ഇന്റർ പൊളിറ്റിക്സിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുണ്ടായിരിക്കാം, എനിക്കറിയൂല. ഇനി ഉസ്താദ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് എന്താ കാണുന്നത്? ഇപ്പം ഈ ദുഹാൻ എന്ന് പറഞ്ഞ ഇത് വന്നു, ദുഹാന്റെ സ്റ്റെപ്പ് അവസാനിക്കൂല. ദുഹാന്റെ സ്റ്റെപ്പ് അവസാനിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മഹദി പ്രത്യക്ഷപ്പെടണം, അല്ലാതെ ദുഹാന്റെ സ്റ്റെപ്പ് അവസാനിക്കൂല. ദുഹാന്റെ സ്റ്റെപ്പ് ലോകാവസാനം വരെ വരും. പിന്നെ ദുഹാന്റെ ഒരു കുറഞ്ഞ കാലം ദുഹാനെ നീക്കാൻ അക്കാലത്ത് ഒരാളുടെ കർമ്മസിദ്ധികൾ കൊണ്ട് കഴിയും. മഹദിയും ഈസയും വരുന്നത് ആ ഒരു ഘട്ടത്തിൽ പിന്നെ ദുഹാൻ നീങ്ങിപ്പോകും. അതൊരു അവരുടെ ഒരു ആത്മീയമായ കഴിവാണത്. ദുഹാൻ തന്നെ ആയിരിക്കും. ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എത്ര വർഷം തുടരുന്ന അവസ്ഥ വിശ്വസിക്കുന്നത്? എത്ര വർഷവും തുടരാം. 2025 ദുഹാനാണ് 26, 26 ദുഹാനായിരിക്കും 27, 27 ദുഹാനായിരിക്കും 28, 28 ദുഹാനായിരിക്കും 29. നിങ്ങൾ എന്നെ പോലും കണ്ണടച്ച് വിശ്വസിക്കേണ്ട. ഈ കാര്യങ്ങളിൽ പിന്നെ മീഡിയക്ക് നല്ല രീതിയിലുള്ള പങ്ക്, മീഡിയക്കാണ് ഇതിൽ പങ്കുള്ളത്. നേരായ വഴിക്കല്ല മീഡിയാസ് നീങ്ങുന്നത്. എന്തിനാണ് ചെറിയ നാട്ടിലൊരു ഇത്ര പോകുന്നൊരു ചെറിയ നാട്ടിൽ 13 ന്യൂസ് ചാനൽ TV-ക്ക്? എന്തിനാണ്? എല്ലാവരും അതിവൈകാരികത, അതിരാഷ്ട്രീയവൽക്കരണം. രാഷ്ട്രീയം എന്ന രാഷ്ട്ര നേതാവിലും അയാളെ ചുറ്റിപ്പറ്റി ഒതുങ്ങുന്ന ഒരു സമൂഹത്തിലും ആയാലുള്ള ഗുണം എന്താ? മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് കടന്നുറങ്ങാം. ആ ജനാധിപത്യത്തിന് ഗുണങ്ങളുണ്ട്, ജനാധിപത്യത്തിന് ഒരുപാട് ദുരന്തങ്ങളുണ്ട്. എന്താ ദുരന്തം? സമൂഹത്തിന് സമാധാനം നഷ്ടപ്പെടും. ഇപ്പൊ പഴയ കാലത്ത് ഒരു രാജാവിനെ വേറെ രാജാവിൻ്റെ പട്ടാളം കയറിയിട്ട് കൊന്നു അധികാരം നേടിയാൽ എന്താ പറയുക, പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗലയെ തോൽപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാർ പിന്നെ അധികാരത്തിൽ കയറി എന്ന് വെച്ചാൽ 1757. അത് മൂത്തേടത്തേക്കിലെ കർഷകനിൽ എത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 1800 അല്ലെങ്കിൽ 10-15 കൊല്ലെങ്കിലും കഴിയാതെ അത് മൂത്തേടത്തെത്തൂല. അപ്പം മൂത്തേടത്ത ജനങ്ങളാണ് എന്ത് ചെയ്യണത്? മൂത്തേടം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, ഒരു കാർഷിക നാടാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ എന്താ ചെയ്യുക? പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ടാക്കുക, പിന്നെ പൂള ഉണ്ടാക്കുക, വാഴ തൈ നടുക, കവുങ്ങും തൈ, തെങ്ങിന് വെള്ളമൊഴിക്കുക, നെല്ലുണ്ടാക്കുക, കൃഷി. അപ്പം അവരാണ് സത്യത്തിൽ മനുഷ്യനെ ജീവിപ്പിക്കണത്. രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ മതി. ഉണ്ണണമെങ്കിൽ ആര് വേണം? അധ്വാനിക്കണം. അപ്പം ആനന്ദിൻ്റെ ആൾക്കൂട്ടത്തിൽ ആനന്ദ് പറയുന്നുണ്ട്, പിന്നെ കൃഷി ഇല്ലാത്തിടത്താണ് ഭക്ഷണം കിട്ടുക, കൃഷി ഉള്ളിടത്ത് ഭക്ഷണമില്ല. ആനന്ദിൻ്റെ ആൾക്കൂട്ടത്തിൽ ഒരു വലിയ ഒരു വാക്കായി എനിക്കത് തോന്നി. ഒരു ഗ്രാമത്തിൽ ഉച്ചക്ക് പെട്ടുപോയാൽ നമ്മൾ കുഴങ്ങിപ്പോവും. കാരണം ഗ്രാമത്തിൽ ഹോട്ടലുകൾ ഉണ്ടാവില്ല. എന്നാൽ എല്ലാ നെല്ലും ഉണ്ടാക്കുന്നത് പച്ചക്കറി നെല്ലൊക്കെ ഉണ്ടാക്കുന്ന ഗ്രാമത്തിലാണ്. പക്ഷേ ഗ്രാമത്തിൽ പെട്ടുപോയാൽ കുഴങ്ങിയത് തന്നെ. പിന്നെ മാനം കിട്ടൊരു വീട്ടിൽ കയറി ചോദിക്കണം, കുറച്ച് കഞ്ഞി തരുമോ? അതേ സമയത്ത് പട്ടണത്തിൽ ഒരു നെല്ലുമില്ല, പച്ചക്കറി ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ അവിടെ ഉച്ചക്ക് പെടുന്ന ഒരാളും ഭക്ഷണത്തിൽ കുഴങ്ങൂല. ഇത് ആൾക്കൂട്ടത്തിൽ ആനന്ദ് പറയുന്ന ഒരു വൈരുദ്ധ്യാധിഷ്ഠിതയാണ്, ഒരു രീതിയാണ്. ലോകത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ മൂത്തേടം പോലത്തെ നാടുകളൊക്കെ എപ്പോഴും കൃഷിക്കാരാണ്. അവരെ പണി കൃഷി ഉണ്ടാക്കുന്നത്. അവർക്ക് സിറാജുദ്ദൗല തോറ്റാൽ എന്ത്, ജയിച്ചാൽ എന്ത്? പ്രധാനമന്ത്രി മാറിയാലെന്ത്, മാറിയില്ലെങ്കിലുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്തല്ല BJP അധികാരത്തിൽ വന്നതെങ്കിൽ മൂത്തേടത്തേർ ഇപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവുക ഇപ്പോഴും ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണെന്നാണ്. ഇന്ദിരാഗാന്ധി മരിച്ചവരും വരെ നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് ഇപ്പം സമാധാനക്കേടില്ലാനും. ഇപ്പം ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന് അവർക്ക് അറിഞ്ഞാൽ പ്രശ്നമാണ്. എന്ത് ഇന്ദിരാഗാന്ധി മരിച്ചു ഇത്ര, ഇനി നമ്മളാരാ നോക്കുക? അപ്പം ആ രാത്രിയെങ്കിലും ഒരു മൂത്തേടത്തേറിന് ഉറക്കം നഷ്ടപ്പെട്ടു പോകും.
നമ്മളെ ഈ പുതിയ കാലം മനുഷ്യർക്ക് സമാധാനക്കേടല്ലാതെ ഒന്നും ഉണ്ടാക്കിയില്ല. രാഷ്ട്രീയം എല്ലാ ജനങ്ങളും അറിയേണ്ട ഒരു കാര്യമല്ല. അറിഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു പ്രബുദ്ധ രാഷ്ട്രീയ ബോധം എന്നൊക്കെ നല്ലൊരു അലക്കി തേച്ച വാക്കൊക്കെ പറഞ്ഞ് എന്നെ തോൽപ്പിക്കാം. പക്ഷെ സമൂഹത്തിന് അതുകൊണ്ടുള്ള ഗുണദോഷങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനീ പറയുന്നത് എന്താണ്, ഈ ചാനലുകൾ ഇങ്ങനെ വൈകുന്നേരം ആയാൽ കുറച്ചവർക്ക് നിന്നും ഉടുത്തും ഫാൻസ് ഇട്ടും തുണി ഉടുത്തും ഒക്കെ ആയിട്ട് കുറച്ച് ചാനലുകാരുണ്ട്. അവർക്ക് തോൽപ്പിക്കുന്നത് തന്നെയാണ് പണി. ഇപ്പോൾ ഒരുത്തന് ഒരു ഒക്കൽറ്റിനെതിരെ ഒരു ഇന്ന ഒരാളുടെ ഏതോ ഒരു നായരുടെ ഒരു എന്താ പറയുക ഒരു ചാനലിൽ ഇന്ന് വൈകുന്നേരം ഒക്കൽത്തിനെ പറ്റിയുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. നിങ്ങളെ ആണ് അതിൽ മുസ്ലിം പക്ഷത്ത് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊന്ന് ചാനൽ കയറാൻ കഴിയുമെന്ന് വെച്ചാൽ ഒരു ദിവസം ഇപ്പോൾ ഈ 2-3 ആഴ്ച മുമ്പ് ഒരാൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും ചാനൽ ചർച്ചയ്ക്കില്ല. കാരണം ഇവരൊക്കെ ഉടുത്തൊരുങ്ങി നിൽക്കുക. എന്തിന്? അവർ നേരത്തെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. നേര് പറയാൻ കഴിയില്ല. നാവ് നീളമുള്ളവനാണ് ഡിബേറ്റിൽ ജയിക്കുക. സത്യം ഡിബേറ്റിൽ ജയിക്കുകയില്ല. ഈ ലോകത്ത് ഇന്ന് വരെ ഒരു ഡിബേറ്റിലും സത്യം ജയിച്ചിട്ടില്ല. ഡിബേറ്റിൽ ജയിക്കുമ്പോൾ എപ്പോഴും ആരായിരിക്കും? നാവ് നീട്ടവൻ. അപ്പം നാവ് അത്രേ ജയിക്കൂ. അപ്പം ഈ ചാനലുകാർ നീട്ടിയ നാവ് കൊണ്ട് ഈ സൊസൈറ്റിയെ അതിരാഷ്ട്രീയവൽക്കരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ആവശ്യം? അതുകൊണ്ട് സൊസൈറ്റി തമ്മിൽ അകലും, നിസ്സാരമായ ഇഷ്യൂസിനെ പർവ്വതീകരിക്കും. ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു സ്കൂളിൽ ഒരു കുട്ടി തല മറച്ചു വരാൻ പാടില്ല എന്ന് ഒരു കന്യാസ്ത്രീ മാഡം പറഞ്ഞു. ശരിയാണോ? ശരിയല്ല. എന്തുകൊണ്ട്? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുമൊക്കെ നമ്മുടെ ഭരണഘടനയുടെ 1-ാം പരിച്ഛേദത്തിൽ തന്നെ അത് വ്യക്തമായി നമുക്ക് തരുന്ന നമ്മുടെ 1-ാം പൗരൻ്റെ മൗലികാവകാശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായ വശമാണ് എന്ത്? ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അധികാരം. തല മറച്ച് ചെവി പോലും മറിച്ചിട്ട് ആര് നിൽക്കുന്നത്? ഈ പറയുന്ന കന്യാസ്ത്രീ നിൽക്കുന്നത്. പക്ഷേ അത് ശരിയെന്നെ. ആ കന്യാസ്ത്രീ പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ഒരു സ്കൂളുകാർക്ക് പറയാൻ പാടില്ല. ശരി തന്നെ. പക്ഷേ അത് ആ സ്കൂളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമാണല്ലോ. ആരാ ഇത് പർവ്വതീകരിച്ചത്? ചാനലുകാർ. എന്തൊക്കെ വിദ്വേഷങ്ങൾ അതിൻ്റെ പേരിൽ നാട്ടിലുണ്ടായത്? എന്തിനാണ് ഈ കളി കളിക്കുന്നത്? അതൊരു കന്യാസ്ത്രീയുടെ നാക്കുപ്പഴയല്ലേ? നിങ്ങൾ പറയും കുട്ടികളെ, അത് ആ കന്യാസ്ത്രീയുടെ നാക്കുപ്പഴയായിട്ടല്ലേ മനസ്സിലാക്കേണ്ടുള്ളൂ. ഇത് കാരണം തന്നെ ഇപ്പോൾ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിച്ച് മുതലെടുക്കാൻ നിൽക്കുന്ന ചില കുബുദ്ധികളായ ചില ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ആയിരക്കണക്കായ വർഷങ്ങളായി സൗഹൃദത്തിലാണ് നമ്മുടെ രാജ്യത്ത്. ആണോ? അല്ലേ? ഈ കന്യാസ്ത്രീയുടെ വാക്ക് ഈ ചാനലുകാർ പർവ്വതീകരിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഗ്രാമത്തിലോ ഒരു സ്കൂളിലോ മാത്രം ഒതുങ്ങേണ്ട കാര്യമല്ലേ? അതിൻ്റെ പേര് ധ്രുവീകരണം വരുമോ? വന്നല്ലോ. അപ്പൊ ആരാ ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്നത്? ഈ ചാനലുകാർ. ഈ ചാനലുകാരെ നിയന്ത്രിക്കാതെ നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ല. ഞാനെങ്ങാനും ഇന്ത്യ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ആദ്യം ചെയ്യുക കേരളത്തിലെ ന്യൂസ് ചാനൽ മുഴുവൻ കണ്ടിട്ടു. കേരളത്തിൽ മാത്രമല്ല, മൊത്തം ഇന്ത്യയിലല്ല. എല്ലാവരും ഞാൻ പറയാത്ത മലയാള ഭാഷയിലാണ് 13 ടെലിവിഷൻ ചാനലുകൾ, 300ഓളം ഓൺലൈൻ ചാനലുകൾ. 300ഓളം ഓൺലൈൻ ചാനലാണ് മലയാളക്കരി. എൻ്റെ അറിവിൽ, അതിൻ്റെ അപ്പുറം ഉണ്ടോ നിനക്കറിയില്ല. മലയാളത്തിൽ മാത്രം ഒരു ചെറിയ ഭാഷയാണ്. ലോകത്ത് ഒരു കൊച്ചു നാട്ടിൽ, ലോകത്തെവിടെ ഈ ഭാഷ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് വളരെ കുറഞ്ഞ, ഇപ്പോൾ തമിഴ് സംസാരിക്കുന്നവർ എവിടെയുണ്ട്? ശ്രീലങ്കയിലുണ്ട്. മലയാളം മലയാളി എത്തിപ്പെട്ടാലേ സംസാരിക്കൂ. മലയാളിയെ മലയാളം സംസാരിക്കൂ. അപ്പം ലോകത്തെ ഏറ്റവും ചെറിയ ഒരു ജോഗ്രഫിക്കലി വളരെ കുറഞ്ഞ ഒരു ഏരിയയിൽ മാത്രം വശമുള്ള ഭാഷയായ മലയാളത്തിലാണ് 300ഓളം ഓൺലൈൻ ചാനലുള്ളത്. 13 ന്യൂസ് ചാനലുണ്ട്. ഫുൾ ടൈം 24 അവർ വർക്ക് ചെയ്യുന്ന.
ഇത് എന്തിനാണ് അതിവൈകാരികത കൊള്ളിക്കുക, എന്നിട്ട് മുതലെടുക്കുക. ആൾക്കാർക്കാണെങ്കിൽ ഫേക്ക് ന്യൂസും അതേപോലെ അതാണ് ഇതൊക്കെ എവിടേക്കാ അതിന്. ഉദാഹരണം പറയും, ഈ അടുത്ത ദിവസം എന്നോട്, ഞാൻ ഈ ചാനലൊന്നും കാണാറില്ല, എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഇപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് എന്താ പറയുക, നമ്മുടെ സഹോദരങ്ങളായ ഹൈന്ദവ സഹോദരങ്ങൾ ഏറെ ബഹുമാനിയായി കിടന്ന മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒരാളാണ് കൃഷ്ണൻ. കൃഷ്ണൻ ഓണത്തോടനുബന്ധിച്ച് ഒരു പാത്രത്തിൽ മന്തി അല്ലെ, അങ്ങനെ സംഭവം ഉണ്ടായില്ലേ, ഒരു ഇലയിലോ മറ്റോ ഒരു പോസ്റ്റ് വന്നു, ഒരു മന്തി വെച്ചിട്ട് ആ മന്തിയുടെ മുന്നിൽ ഇരിക്കുന്ന, അത് വളരെ തെറ്റാണ് ചെയ്തത്, 100% തെറ്റാണ്, 100% തെറ്റാണ്. ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കൂല, ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുക. ഒരു മുസ്ലിം അത് ചെയ്യാൻ പാടില്ല. നിർബന്ധമായും ആ വ്യക്തിക്കെതിരെ, അത്തരം കാര്യം നടത്താൻ വ്യക്തിക്കെതിരെ ആ മഹല്ല് തീരുമാനം എടുക്കണം, അയാൾ ഏത് മഹല്ലുകാരനാണെങ്കിലും. അതേ സമയത്ത് ചാനലുകാരത് വിഷയാക്കി. ഹിന്ദുക്കൾ വിവേകത്തോടുകൂടെ പെരുമാറിയത് കൊണ്ട് കത്തിയില്ല. ചാനലുകാർ കൊടുത്ത ഈ അവിവേകത, ഹൈന്ദവ സഹോദരങ്ങൾ വിവേകത്തോടെ പെരുമാറി. ഹൈന്ദവ സഹോദരങ്ങൾ ഈ വിവേകം ആ സമയത്ത് കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് കത്തൂലേ? ഓണത്തോടനുബന്ധിച്ച് ഒരു കുറച്ച് ഇറച്ചിയും ചോറും കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നായ ശ്രീകൃഷ്ണൻ, ഭഗവാൻ എന്നവർ വിളിക്കുന്ന ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ഒരു പോസ്റ്റർ പർവ്വതീകരിച്ചാൽ നാട് കത്തൂല്ലേ? ഇവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ സമൂഹത്തോടുള്ളത്? മനസ്സിലാണ്ടോ? ഈ വികാരം കൊള്ളിപ്പിച്ച് മുതലെടുക്കുന്ന താല്പര്യക്കാർ, കുബുദ്ധികൾ ഇവിടെ ഉണ്ട്. അവർക്ക് എന്താ വേണ്ടത്? പൊളിറ്റിക്കൽ താല്പര്യം. മനസ്സിലായില്ല? ഇതിനെല്ലാം ആറ്റിക്കുറുക്കിയാൽ എത്തിച്ചേരുന്ന എവിടെയാ? പൊളിറ്റിക്കൽ താല്പര്യം. നമ്മുടെ പുതിയ കാലത്ത് മതം വരെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ഞാൻ അതേക്കുറിച്ച് വളരെ ഗൗരവമായ ചില പ്രഭാഷണങ്ങൾ 2026 നടത്താമെന്ന് വിചാരിച്ചിരിക്കുക. മതം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു കേരളത്തിൽ. സത്യത്തിൽ മതമില്ല, കേരളത്തിലുള്ളത് രാഷ്ട്രീയം. കേരളത്തിലുള്ളത് വിഷയം ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. ഞാൻ പറയാം, ചാനലുകാർ കാണിക്കുന്ന രീതി മതത്തെ രാഷ്ട്രീയവൽക്കരിക്കും. ഇപ്പം മതസംഘടനകളെ ചാനലുകാർ വലിച്ചിടുക. ഈ മതസംഘടനകൾ ഒരു കാലത്ത് ചാനലുകൾക്കോ പത്രങ്ങൾക്കോ മുഖം കൊടുക്കാത്തവരാണ്. ഇപ്പോൾ മതസംഘടന നേതാക്കന്മാർ രാവിലെ ഇറങ്ങിയിട്ട് ഒരു അടി വെച്ചാൽ നോക്കുന്നത് പത്രക്കാർ കൂടെ ഉണ്ടോന്ന്. സൂഫി മതത്തിന്റെ അധ്യക്ഷന്മാർ ഇവരെ ഈ ചാനലുകാർ വിഡ്ഢികളാക്കി എന്ന് മനസ്സിലാക്കാൻ ഈ തങ്ങന്മാർക്കും മുസ്ലിയാക്കന്മാർക്കും കഴിയണില്ല. പമ്പര വിഡ്ഢികൾ. തങ്ങളാണെങ്കിലും മുസ്ലിയാരാണെങ്കിലും ഹോജയാണെങ്കിലും ഇത് തനി വിഡ്ഢിത്ത. ഇതിവിടെ സത്യത്തിൽ എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയവൽക്കരിക്കുക. മതം എന്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കണ്? സമാധാനത്തിലേക്ക്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത. പരലോകത്ത് സന്തോഷകരമായി ജീവിക്കാം. പിന്നെ ഈ ലോകത്ത് സന്തോഷകരമായി ജീവിക്കാൻ ആവശ്യമായത് ചെയ്യാൻ മുസ്ലിങ്ങളിൽ ഒരു പൊളിറ്റിക്കൽ വിങ് വേറെ ഉണ്ട്. താനും നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ വിങ്ങിനെ സ്റ്റേജിൽ കയറിയാൽ അവരൊക്കെ എന്ത് പറയും ചെയ്യും? ഈ പൊളിറ്റിക്കൽ വിങ്ങിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. വേറെ കൂട്ടുകൾ ഞങ്ങൾക്ക് അങ്ങനെ പൊളിറ്റിക്സ് ഇല്ല. അപ്പൊ ഏതായാലും ഇവർക്ക് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇവർക്ക് എന്തിന്റെ പിന്നാലെ നടക്കേണ്ടുള്ളൂ? ചാനലിന്റെയും പത്രത്തിന്റെയും കൂടെ. അപ്പോൾ ഇവിടെ സത്യത്തിൽ നിലവിൽ ഇപ്പൊ സംഭവിച്ചത് എന്താ? മതത്തിനെ എന്തല്ലാതാക്കി? രാഷ്ട്രീയമാക്കി. മതം ഇപ്പോൾ കേരളത്തിലെ മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകളാണ്. കേരളത്തിൽ അടിസ്ഥാനപരമായി നിലവിൽ മതസംഘടനകൾ ഇല്ല. കേരളത്തിൽ നിലവിലുള്ളത് രാഷ്ട്രീയ സംഘടനകളാണ്. പക്ഷേ അവരവർ മതത്തിന്റെ അഡ്രസ്സിൽ കാണുന്നു എന്നാണ്. അവർ മതത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് എപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? ഈ ചാനലുകൾ. ഇപ്പൊ ജന്നാത്തുൽ ഫിർദൗസ് എന്നാണ് മതസംഘടനയുടെ പേര്. നോക്കൂ. അപ്പൊ അന്ത്യ ചർച്ചയിൽ നേരെ ചാനലുകാരന്റെ വാർത്ത വായിക്കുന്ന ആൾ പറയാം, ജന്നാത്തുൽ ഫിർദൗസിന്റെ മുഷാവറ നാളെ കൂടുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ നാളെ ഉച്ചയ്ക്ക് നമ്മളെ കോഴിക്കോട് റൌഫ് നേരിട്ട് വിശദീകരിക്കും, നമ്മൾക്ക് ലൈവായി കേൾക്കാം. പറ, എന്താ നമ്മളെ മതസംഘടനയുടെ പേര്? ജന്നാത്തുൽ ഫിർദൗസ്. ഞാൻ ഉദാഹരണം പറയാം. എന്തിനാണ് ഇവരെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചത്?
എന്നിട്ട് ഈ മതത്തെ അല്ലാതാക്കി മാറ്റുക. രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിടുന്നതോടുകൂടെ വൈരികൾ കൂടും. മനസ്സിലായില്ല? ഒരു മത നേതാവും ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടാൽ അവർക്ക് എന്താണ് ഉണ്ടാവുക? വൈരികൾ കൂടും. അതേ സമയത്ത് മതാധ്യക്ഷനായി നിലനിന്നാൽ എല്ലാ മതക്കാരും മതത്തെ ബഹുമാനിക്കും, മതാധ്യക്ഷനെ ബഹുമാനിക്കും. ഒരു മതപണ്ഡിതനെ, ഒരു മതത്തിന്റെ നേതാവായ സയ്യിദിനെ അല്ലെങ്കിൽ പണ്ഡിതനെ, അദ്ദേഹം ഒരു മതത്തിന്റെ നേതാവാണെങ്കിൽ ഇവിടെ BJP പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ലീഗ് പാർട്ടിയും ഏത് പാർട്ടിയും അവരെ ബഹുമാനിക്കും. എന്തുകൊണ്ട്? ഇവരെ കസേരയിൽ ഏതായാലും അവർ കൈയിടാൻ വരുന്നില്ല, ഇവരെ ഇറക്കാനും കയറ്റാൻ അവർ അധ്വാനിക്കുന്നുമില്ല. ഇപ്പൊ ഇന്ദിരാഗാന്ധി അലിമിനയാനോട് പോയി ചോദിച്ച ഒരു സംഭവമുണ്ട്. രാജ്യം ഒരു പ്രതിസന്ധിയിലാണ്, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ അലിമിയാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയൽ ഞങ്ങൾ പണ്ഡിതന്മാരുടെ രീതിയല്ല, അതുകൊണ്ട് ചെയ്യില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്നാൽ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അലിമിയാൻ പറഞ്ഞു, നീതിമാന്മാരായ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും എല്ലാ രാത്രിയും ഞാൻ നിലവിൽ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കിനി പുതിയ ഡ്യൂട്ടി വേണ്ട, നിങ്ങളെ ഡ്യൂട്ടി ചെയ്താൽ മതി. അതായത് നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാ രാത്രിയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കിനി പുതിയൊരു പ്രാർത്ഥന ആവശ്യമില്ല, നിങ്ങൾ ആരായാൽ മതി, നീതിമാനെ ബസ്. ഇതൊക്കെ എത്ര വലിയ വാക്കാ! അതല്ലേ മതാധ്യക്ഷൻ? ഈ മതാധ്യക്ഷനെ ബഹുമാനിക്കൂല ഇവിടെ BJP അടക്കം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു മതാധ്യക്ഷനായി നിലകൊണ്ടാൽ എല്ലാവർക്കും അയാൾ സുസമ്മതനായിരിക്കും. അപ്പോൾ മാത്രമാണ് സൊസൈറ്റിയിൽ ഒരു ശുദ്ധജലം ഉണ്ടാവുക. ആർക്ക് ചെളി വന്നാലും ആ ശുദ്ധജലത്തിൽ മുങ്ങാം. അതേ സമയത്ത് മതം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അന്യനായി. മതപണ്ഡിതന്മാർ അവരെ അന്യരാക്കുക എന്നത് ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മൂന്നാം ശക്തിയുടെ താല്പര്യമായിരിക്കും. ഇതിന്റെ പിന്നിൽ ഒരു മൂന്നാം ശക്തി ഉണ്ടാവാം. അപ്പൊ എങ്ങനെ ഈ മതാധ്യക്ഷന്മാരെ സമൂഹത്തിന് സ്വീകാര്യരായ ഈ മതാധ്യക്ഷന്മാരെ ഒന്നുമല്ലാതാക്കണം എന്ന കാര്യത്തിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ ചാനലിലെ വാർത്ത വായിക്കുന്നവരും അതിന്റെ പ്രൊമോട്ടർമാരും വരെ സത്യത്തിൽ അതിന്റെ മീഡിയാസ് മാത്രമായിരിക്കും. അവരുടെയും അപ്പുറത്ത് ആളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ലിബറലിസം പറഞ്ഞാൽ എളുപ്പമുണ്ട്. നിരീശ്വരവാദം പറയാൻ മതത്തിന്റെ പഴിചാരിയല്ല നിരീശ്വരവാദം വളർന്നത്, മതാധ്യക്ഷന്മാരുടെ സ്വീകാര്യത നഷ്ടപ്പെട്ടവരാണ്. ഇപ്പൊ നമ്മൾ തിരിച്ചു വരിക, ഈ ചാനലുകൾ, ഈ ചെറിയ ഭാഷയുള്ള ഈ നാട്ടിൽ ഇത്രയേറെ ചാനലുകൾ, ഓൺലൈൻ ചാനലുകൾ, TV ചാനലുകൾ, ഇവരൊക്കെ അതിവൈകാരികതയിലേക്കും അതിരാഷ്ട്രീയത്തിലേക്കും സൊസൈറ്റിയെ നയിച്ചുകൊണ്ടിരിക്കുക. അത് വലിയ ദുരന്തം കേരളത്തിന് സമ്മാനിക്കും. നമ്മൾക്ക് വികാരം ഉണർത്തുന്നതായിട്ടുള്ള വാർത്തകൾ, അതുപോലെ തന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഇപ്പോൾ ആർക്കായാലും ഫോണിൽ നമുക്ക് എന്തായാലും ലഭിക്കും. അപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന യുവതി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളതാണ് നിങ്ങളൊരു കാഴ്ചപ്പാട്? എൻ്റെ കാഴ്ചപ്പാട്, മതപണ്ഡിതന്മാർ സോഷ്യൽ മീഡിയ വർജിക്കുക എന്നത് ഒരു എന്താ പറയുക, അവരാണല്ലോ സൊസൈറ്റിയിൽ ഒരു മൂല്യം കൊണ്ടുവരേണ്ട ആൾ. മോറൽ വാല്യൂ അവർക്കാണല്ലോ. അവരല്ലേ യഥാർത്ഥത്തിൽ ഒരു സമൂഹം നോക്കിക്കാണുന്നത് അവരല്ലേ. ഇപ്പോൾ ധാരാളം ഈ ഗുരുവായൂർ മേൽശാന്തിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്ത ദിവസം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അവർക്ക് മേൽശാന്തികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഗുരുവായൂർ മേൽശാന്തിക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഫോൺ ഉപയോഗിച്ചാൽ ദൈവ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ചെറുപ്പക്കാരനായ ഒരു മേൽശാന്തിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് ആൾ വന്നു. എന്നിട്ട് പറഞ്ഞു, വരുന്ന വഴിയിൽ ഇയാൾ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഒരു സ്റ്റുഡിയോ കയറിയിട്ട് എന്ത് ചെയ്തു, പ്രിന്റ് എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ പ്രിന്റിൽ നിന്നാണ് കാണുന്നത്. മനസ്സിലായില്ല? ഇവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ, നമ്മൾ അഭിമാനം കൊള്ളാണ്, നമ്മളെ കയ്യിലാണ് വേദമുള്ളത്, നമ്മളാണ് മികച്ച ആളുകളൊക്കെ കൊള്ളുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശുദ്ധ താല്പര്യം നമുക്ക് വരാത്തത്?
എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? മനസ്സിലായി. നമ്മളെ ഇന്ന് വഴി പഴപ്പിക്കുന്നതിൽ ചാനലുകൾക്ക് ഈ അതിവൈകാരികതയിലേക്ക്, അതിരാഷ്ട്രീയവൽക്കരണത്തിലേക്ക്, അടിസ്ഥാന രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ ഇന്ന് അതിരാഷ്ട്രീയവൽക്കരണമാണ്. എല്ലാം രാഷ്ട്രീയമായി കാണുക, എല്ലാം രാഷ്ട്രീയമായി കാണുക, എല്ലാത്തിൻ്റെ പേരും രാഷ്ട്രീയ നേട്ടം നേടുക ഒക്കെ. അങ്ങനെ വരുമ്പോൾ ഒരു സൊസൈറ്റിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് തല്ലി മരിച്ചു ഈ ജനത ഈ നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. ആവശ്യമില്ലാത്ത ചർച്ചകൾ. ഇപ്പോൾ ഓണം ആയിരക്കണക്കായ കൊല്ലങ്ങൾ മുമ്പ് തുടങ്ങിയതാണ് ഈ കേരളത്തിൽ. മുസ്ലിങ്ങളും ഉണ്ട്, ക്രിസ്ത്യാനികൾ ചർച്ചയില്ല. ഓണത്തിനെ കുറിച്ച് ചർച്ച, ഓണത്തിന് ചോറ് കഴിക്കാൻ പാടില്ലേ ചർച്ച തുടങ്ങി 4 കൊല്ലമായിട്ടുള്ളൂ. ഹലാൽ ഫുഡ്, നമ്മൾ പണ്ടേ ഹലാൽ ഫുഡല്ലേ കഴിക്കണ്. ഹലാൽ ഫുഡിന്റെ പേരിൽ ചർച്ച വന്നതിന് എപ്പോഴാ? ചാനലുകാരെ ഏറ്റെടുത്തു. അതുകൊണ്ട് ഗുണമുള്ളൂ എന്ന് ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? രക്തം, ഒരു മൃഗത്തിന്റെ രക്തം വയറ്റിൽ ചെല്ലുന്നത് നല്ലതല്ലല്ലോ. അത് ഫിസിക്കലായി മെഡിക്കൽ സിസ്റ്റം അനുസരിച്ച് അത് പ്രൂവ് ചെയ്ത കാര്യമാണ്. അത് ഗുണകരമല്ല, മനുഷ്യന് ക്യാൻസർ വരെ ഉണ്ടാവുന്ന സംഗതിയാണത്. അപ്പോൾ അത് അടിസ്ഥാനപരമായി ഹലാൽ ഫുഡ് മനുഷ്യന് ആരോഗ്യദായകമാണ്. പക്ഷെ ഒരു മതത്തിൻ്റെ, ഒരു പക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ചേർത്തിട്ട് അത് ചർച്ച ചെയ്തപ്പോൾ എല്ലാ സമൂഹങ്ങളും അതിനെ തെറ്റിദ്ധരിച്ചു. പഴയ കാലത്ത് ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരു കോഴി കഴിക്കാൻ വരുന്ന ഒരു ഹൈന്ദവ സമൂഹത്തിന് സന്തോഷമാണ്. എന്തുകൊണ്ട്? അവിടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്ന ഒന്നും ആ ഭക്ഷണത്തിൽ ഉണ്ടാവില്ല. അന്ന് ഇതേ ഹലാൽ ഫുഡ് തന്നെ, ഇന്നും ഹലാൽ ഫുഡാണ്. പക്ഷെ ചാനലുകാരും ഈ ഓൺലൈൻ ചാനലുകളും TV ചാനലുകളും ഇതിനെ പാർശ്വവൽക്കരിച്ചപ്പോൾ ജനം തെറ്റിദ്ധരിച്ചു. അപ്പം ഞാൻ പറയുന്നത് എന്തെന്നാൽ, മതാധ്യക്ഷന്മാരെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, യുദ്ധത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു 3-ാം കക്ഷി ഉണ്ട് എന്നുള്ളത് ഉണ്ടാകാം. അത് ആരായിട്ട് വരാം? അങ്ങനെ ചോദിക്കരുത്. എന്നാലും അതൊരു നിഗൂഢ പൈശാചിക ശക്തിയാവാം. ഇപ്പൊ ബാലിനെ കത്തിച്ചു, അത് അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ അതിലേക്ക് പോയാൽ പിന്നെ അങ്ങോട്ട് പോയി. കുറച്ച് അതിനെ പറ്റി ഞാൻ എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം നിങ്ങൾ വായിക്കണം. വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ വായിച്ചിട്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുക. അത് വായിക്കൽ ഓരോ മനുഷ്യർക്ക് നിർബന്ധ, മുസ്ലിമിന് മാത്രമല്ല. തിരുദൂതർ നിയോഗം എന്ന പുസ്തകം ഇന്ന് ഈ 1400 കൊല്ലത്തിനിടയിൽ സോഷ്യൽ തലത്തിൽ, പൊളിറ്റിക്കൽ തലത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചർച്ച ചെയ്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ്. 1400 കൊല്ലങ്ങൾക്കിടയിൽ അതിന് സമാനമായൊരു പുസ്തകം ഒരു ഭാഷയിലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വീക്ഷണം. അതൊരു പുസ്തകത്തെ ആവർത്തിച്ചതല്ല, ലോകത്തിന് അതിന് സമാനമായൊരു പുസ്തകം ഇന്ന് വരെ ലോകത്ത് ഇല്ല എന്നാണ് എൻ്റെ വീക്ഷണം. എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിൽ ബാലിൻ്റെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തലങ്ങൾ ഇതിൽ ഉണ്ടാകാം. ഒരു 3-ാം ശക്തി ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാം, അതുറപ്പ്. അതേപോലെ ഈ യുദ്ധം തുർക്കിയിൽ ചെന്ന് നിൽക്കുമോ ഇപ്പം അടുത്തെങ്ങനെ? അതെങ്ങനെയാണ് ഉസ്താദ് കാണുന്നത്? ഈ യുദ്ധത്തിന് അടുത്തെങ്ങാനും എന്നൊരു കാര്യത്തിന് പോലും ഇതിൽ അർത്ഥമില്ല. ഈ യുദ്ധം നീറി മുന്നോട്ട് പോകും. ഈ യുദ്ധത്തിൻ്റെ ഒരു എൻഡ് എന്നുള്ളൊരു എന്താ പറയുക, പ്രവചനാതീതമായൊരു സംഗതിയാണ്. ഈ യുദ്ധം എവിടെ ചെന്ന് നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ യുദ്ധം പെട്ടെന്ന് അവസാനിക്കൂല, ഒരിക്കലും അവസാനിക്കൂല. നമ്മളെ പൊളിറ്റിക്സ് എവിടെ ആയിരിക്കണം എന്നുള്ളത് കൂടെ നമ്മൾ എന്ന ചോദ്യത്തിന് അർത്ഥം എന്താ? ആരാണ് നമ്മളൊരു പൗരൻ എന്നുള്ള ആൾക്ക്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള രാജ്യത്തിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് ചിന്തിക്കുന്ന തലങ്ങളിൽ നിന്നിട്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ചെറുതോ വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങളുടെ വില കൂടി, അങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു ചിന്താഗതി എന്തായിരിക്കണം എന്നുള്ളത് അത് നമ്മുടെ ഒരു ഭാഗ്യക്കേട് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അല്ലാതെ ഒരു അന്യരാജ്യത്ത് നടക്കുന്ന ഒരു കാര്യത്തെ നമ്മുടെ ഒരു ആംഗിളിൽ നമുക്ക് അതിനെ നമ്മളൊരു അന്യരാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ടും അത് സമൂഹത്തിന് വന്നത്തെ ഒരു നിർഭാഗ്യകരമായ അവസ്ഥ എന്നതിനപ്പുറം അതിനെ നമ്മൾ വ്യവച്ഛേദിക്കാൻ നിൽക്കാതിരിക്കലാണ് നല്ലത്. കാരണം അതൊക്കെ സ്വാഭാവികമാണ്. ഇന്ന് ലോകം എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജാണ്. അപ്പം എവിടെ ഒരു കല്ലിട്ടാലും ലോകത്തെവിടെയും അതിന് ഒരു ദുരന്ത ഫലം ഉണ്ടാവും. ഒരു കുളത്തിലൊരു കല്ലിട്ടാൽ അതിൻ്റെ അവസാനത്തെ മൂലയിൽ ചെറിയ ഒരു ഇളക്കം സംഭവിക്കുന്നത് പോലെ ലോകം എന്നതൊരു ഗ്ലോബൽ വില്ലേജാണ്. ലോകം മുഴുവൻ ഇന്നൊരു വില്ലേജാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ
ഈ യുദ്ധം വരുമ്പോൾ അത് ഇറാനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ എക്കണോമിക്കലി നമ്മുടെ കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ടൊരു പ്രദേശമായതുകൊണ്ട് അത് പിന്നെ എന്താ പറയുക UAE-യെയും സൗദിയെയും നമ്മളെയൊക്കെ വളരെ വലിയ നിലക്ക് ബാധിക്കും, മറ്റു രാജ്യങ്ങളെയും ബാധിക്കും. അപ്പോൾ അതൊരു ദൗർഭാഗ്യകരമായ അവസ്ഥ എന്നേ പറയാവൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പൊളിറ്റിക്സാണിത്. നമ്മൾ അമിതമായി ഇറാനെ പിന്തുണക്കുകയും വേണ്ട, എന്നാൽ പഴിചാരുകയും വേണ്ട. അതേ സമയത്ത് തെറ്റ് ചെയ്ത് 100% അമേരിക്കയാണ്. ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള പ്രൊജക്റ്റ് അത് അക്കംപ്ലിഷ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്ന വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വന്നേക്കാം. അത് അവരുടെ സ്വപ്നവുമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവർ തീവ്ര ശ്രമത്തിലാണ്. അവർക്ക് അവരുടേതായ നിഗൂഢമായ പദ്ധതികളുണ്ട്, താല്പര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഗ്രേറ്റ് ഇസ്രായേൽ എന്ന തലത്തിലേക്ക് ഇസ്രായേലിനെ ഉയർത്താനുള്ള നിഗൂഢമായ പദ്ധതികൾ ഇസ്രായേൽ സയനിസ്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം എന്നാണ് എൻ്റെ വീക്ഷണം. അല്ല, പൊതുവേദികളിൽ ഓരോന്ന് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് റോളില്ല. നമുക്കതിൽ എന്താണ് റോള്? നമ്മൾക്കതിൽ റോള് പ്രാർത്ഥന മാത്രമാണ്, അല്ലാതെ ഒരു റോള് നമുക്കതിലില്ലല്ലോ. എന്താ റോളുള്ളത്? നമ്മുടെ പൗരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയും. ഒരു ഇന്ത്യക്കാരനായ നിങ്ങൾ മുസ്ലിം എന്ന് മാത്രമല്ല ഒരു ധർമ്മബോധിയായ ഒരു ഇന്ത്യക്കാരന് ഇതിൽ പ്രാർത്ഥനയല്ലാതെ എന്താ ചെയ്യാനുള്ളത്? ലോകം നല്ല രൂപത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക്, അല്ല ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. പൊതുജനത്തിന് ഇതിൽ റോളേ ഇല്ല. പൊതുജനം ഭരണാധികാരി കൽപ്പിക്കാതെയോ വ്യക്തമായ ഇമാമ് നിർദ്ദേശിക്കാതെയോ പൊളിറ്റിക്സിൽ ഇടപെട്ടാൽ ദുരന്തമേ പരിണത ഫലമായി ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇടപെടൽ പ്രാർത്ഥന മാത്രമാണ്, അത്രയേ ഉള്ളൂ. അല്ല, ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ബഹിഷ്കരണം അല്ലെങ്കിൽ വികാരപരമായ ബഹിഷ്കരണം എന്ന് പറയുന്ന ഉദ്ദേശം പറയും. നിങ്ങൾ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേ? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് അവരുടെ ഉപകരണങ്ങളെ, അവരുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കൽ എന്ന അർത്ഥത്തിലാണോ? നമ്മുടെ സൊസൈറ്റി ബോധേഡ് അല്ലല്ലോ. ഞാൻ പറയുന്നത് ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇന്ന് തുടങ്ങിയതല്ലല്ലോ ഈ നരനായാട്ട്. നമ്മളെന്നാ ബഹിഷ്കരിച്ചത്? ബഹിഷ്കരണം എന്നത് അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ഇൻഡിവിജ്വലായിട്ടെങ്കിലും ബഹിഷ്കരണം. അപ്പം ഇതൊരു പാനീയമാണ്, ഞാൻ കുടിക്കുന്ന ഒരു പാനീയമാണിത്. ഇത് നാച്ചുറൽ പാനീയമാണ്, മനസ്സിലായ പറഞ്ഞത്. ഇതൊരു നാച്ചുറൽ പാനീയമാണ്, ഒരു എന്താ ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു നാച്ചുറൽ പാനീയമാണ്. അപ്പോൾ ചായ അല്ല, നാച്ചുറൽ പാനീയമാണ്. അപ്പം ഇത് കൊക്കോക്കോളയാണ് അല്ലെങ്കിൽ പെപ്സി ആണെന്ന് സങ്കല്പിക്കുക. നമ്മൾ എന്തെങ്കിലും അത് ഇസ്രായേൽ ഉൽപ്പന്നമാണെന്ന നിലയിൽ നമ്മൾ കൊക്കോക്കോള എന്നാണ് ഒഴിവാക്കിയത്. ഞാൻ ചോദിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് സയനിസ്റ്റുകൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നെങ്കിലും നമുക്ക് ബഹിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്ക് പേഴ്സണലായി ചെയ്യാം, പക്ഷെ അതിനെ അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ. ഞാൻ ഉദാഹരണം പറയാം, നിങ്ങളൊന്ന് ഉദാഹരണം പറയാം. 2005-06 ആയിരിക്കും കമല സുരിയ മരിക്കുന്നത്. കൃത്യമായി ഓർമ്മയില്ല, ഏതായാലും 2000 ശേഷം അവരുടെ ഒരു എഴുത്ത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എന്താ, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അദ്ദേഹത്തെ അവരെ വീട്ടിൽ കാണാൻ വന്നു. അപ്പോൾ അവരെ സ്വീകരിച്ചിരുത്തി സംസാരിക്കുന്നതിനിടയിൽ അവർക്ക് കൊക്കക്കോള ഒഴിച്ചു കൊടുത്തു. കമല സുരയ്യ കൊക്കക്കോള അവരെ ക്ലാസ്സുകളിൽ പകർന്ന് കുടിക്കുന്നു പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആ കൊക്കക്കോള കുടിച്ചില്ല. എല്ലാവരും സംസാരിച്ചിറങ്ങിപ്പോയി. ഇത് സാമ്രാജ്യ ശക്തിയുടേതാണ്, ഇസ്രായേലിൻ്റെതാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ ഇസ്രായേലിനെതിരെയുള്ളവരാണ്, ഞങ്ങൾ ഫലസ്തീന് പിന്തുണ കൊടുക്കുന്നവരാണ്, ഞങ്ങളിത് കുടിക്കില്ല എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരായ യുവാക്കൾ, നേതാക്കൾ ഇറങ്ങിപ്പോയി എന്ന് കമലാ സുരയ്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏത് മുസ്ലിയാരാണ് ഇറങ്ങിപ്പോവുക? ഞാൻ ഇറങ്ങിപ്പോകണമെന്ന് പറയല്ല, ഞാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചതികളെക്കുറിച്ച്
ഈ വികാരം കൊള്ളുന്നതിനപ്പുറമുള്ള ഞാൻ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറയല്ല. അതേ സമയത്ത് ഒരാൾക്ക് വ്യക്തിപരമായി അധർമ്മത്തിന് ഇങ്ങനെയൊക്കെ കയ്യും കാലും വെച്ചവർ ഇസ്രായേലിനെ, അവർക്ക് എക്കണോമിക്കലി അവർക്ക് വളരെ എനർജി കൊടുക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെ വ്യക്തി ജീവിതത്തിൽ നിന്നെങ്കിലും മാറ്റി നിർത്തുക എന്ന കാര്യത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ബോധേഡായിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ബോയ്ക്കോട്ട് ചെയ്ത് ഇപ്പോൾ മക്ഡൊണാൾഡ്സും KFC ഒക്കെ ഞങ്ങൾ പറ്റ ഒഴിവാക്കിയതാണ്. ഈ ഒരു എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ല, വ്യക്തിപരമായി നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യണമെന്ന് പറയല്ല. അല്ല, ഇത് നമുക്കൊരു നമ്മളൊരു പ്രതിഷേധം എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം. ഒരു പ്രതിഷേധം വേറൊരാളെ മൂക്കിന് തോണ്ടാതെ, എന്ത് CH മുഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ ഒരാൾക്ക് കൈനീട്ടി പ്രതിഷേധിക്കാം. അതേ സമയത്ത് അത് മറ്റൊരാളെ മൂക്കിൽ തൊടരുത്. പ്രത്യേകിച്ച് ഇന്ത്യയിലാവുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തും ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രതിഷേധങ്ങൾ ഇൻഡിവിജ്വലായി നമുക്ക് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വികാരപ്പുറത്ത് ഓടുക എന്നതിനപ്പുറം ഞാൻ അവരുടെ ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്നും ചെയ്യരുത് എന്നും പറയല്ല. അതേ സമയത്ത് ഒരു ഇൻഡിവിജ്വലായ വ്യക്തിപരമായ ഒരു പ്രതിഷേധം ഒരാൾക്ക് സമർപ്പിക്കാം. പക്ഷെ നമ്മൾ ഈ വികാരപ്പുറത്ത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് ഓടുക എന്നതിനപ്പുറം ആരോഗ്യകരമായ ഒരു തീരുമാനമെടുക്കാൻ മുസ്ലിം പണ്ഡിത പക്ഷത്തിന് പോലും നിലവിൽ കഴിയുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇടയന്മാരില്ലാത്ത ആട്ടിൻപറ്റാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഇടയന്മാരില്ലാത്ത ആട്ടിൻപറ്റാണ്. ഇപ്പോൾ ഇമാം മഹദിയെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇറാനികളും വിശ്വസിക്കുന്നത് ഇമാം മഹദി അടുത്ത് തന്നെയുണ്ട്. അവരെ എനിക്ക് തോന്നുന്ന അവരെ വിശ്വാസപ്രകാരം ആൾറെഡി ഒളിഞ്ഞിരിക്കുകയാണെന്നൊക്കെയുള്ള അവർ ഇറാനിൽ നിന്ന് വരും എന്നൊക്കെയാണ് പറയാറുള്ളത്. ഉസ്താദിൻ്റെ കണക്കിൽ ഏത് ഭാഗത്തുനിന്ന് വരും, എന്ന് വരും, അങ്ങനെ എന്തെങ്കിലും കൃത്യത പറയാൻ കഴിയൂല. ഞാൻ നേരത്തെ മദീനക്കാരൻ എന്ന് മനസ്സിലാക്കിയിരുന്നു. കൂടുതൽ പഠിച്ചപ്പോൾ മദീനക്കാരനല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ 2000-ലൊക്കെ നടത്തിയ പ്രസംഗങ്ങളിൽ മദീനയിൽ നിന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മദീനക്കാരൻ എന്ന് പറഞ്ഞ ഹദീസുകൾ കാണുന്നുണ്ട്. ആ ഹദീസുകൾ തെറ്റല്ലാതെ തന്നെ അദ്ദേഹം മദീനക്കാരനാവാതിരിക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണം, ഏത് അഹ്ലു ബൈത്തിനെയും എന്ത് പറയാ, മദീനക്കാരൻ എന്ന് പറയാമല്ലോ. കാരണം അവർ അസ്ൽ എവിടുന്ന് വന്നതാണ്? മദീനയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിൻ്റെ സാധ്യത ഏതായാലും ഹിജാസിൽ നിന്നും പരിസരത്തു നിന്നുള്ളൊരു വ്യക്തി ആവാൻ സാധ്യത കുറവാണ്. ഇന്നത്തെ UAE, അതെ, GCC കൺട്രീസിൽ നിന്ന് മഹദി വരാൻ സാധ്യത കുറവാണ്. ഇന്നത്തെ സാധ്യത കാരണം അവർ ഒരു ധർമ്മിയായ ഒരു നിഷ്പക്ഷവാദിക്ക് വളരാനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പിന്നെ ഒരു അന്താരാഷ്ട്ര എന്താ പറയുക, ഒരു ലോകരാഷ്ട്രീയത്തിലെ ദുശക്തികൾക്ക് പിന്തുണ കൊടുക്കുക വഴി എല്ലാ നിലയിലും എഡ്യൂക്കേഷനിലായിട്ടും എക്കണോമിക്കലായിട്ടും എല്ലാ സിസ്റ്റങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾക്ക് പിന്തുണ കൊടുക്കുന്ന അറബ് സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അവർ വളർത്തിയെടുത്തൊരു കുട്ടി മഹ്ദി ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പുറത്തുനിന്നായിരിക്കും. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിൽ നിന്ന് സാധ്യതയുണ്ട്. അഫ്ഗാനിൽ നിന്നൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഉസ്താദിന് അവസാനമായിട്ട് ഒരു കാര്യം, ഞങ്ങളെ ജനറേഷനിലുള്ള ആൾക്കാരോട് ഉസ്താദിന് എന്താണ് ഒരു നല്ലൊരു അഡ്വൈസ് കൊടുക്കാൻ ഉള്ളത്? വികാരപ്പുറത്ത് ജീവിക്കാതിരിക്കുക. നിങ്ങൾ സത്യസന്ധനായ ഒരു ഉപദേശിയെ കണ്ടെത്തുക. ഒരു സത്യസന്ധനായ ഒരു ഉപദേശിയെ കണ്ടെത്തേണ്ടത് ഒരു യുവാവിനും യുവതിക്കും ഇന്ന് നിർബന്ധമാണ്. സത്യസന്ധൻ, അതായത് അവരെ ഒരു നിലക്കും തെറ്റിലേക്ക് നയിക്കാത്ത ഒരു സത്യസന്ധൻ. അങ്ങനത്തെ സത്യസന്ധന്മാർ ഇന്നും ലോകത്തുണ്ട്. അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ആധുനിക സംഘടനകളിലാണ് അവസാന ശരി എന്ന് മനസ്സിലാക്കാതിരിക്കുക. സംഘടനകളെല്ലാം അവരുടേതായ അപജയങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെന്നാണ് ഞാൻ അവരെ കുറ്റം പറയേണ്ട. സംഘടനകളുടെ തലങ്ങളുണ്ട്. പക്ഷേ സംഘടനകൾക്കൊന്നും ഇനി വല്ലാതെ ഒരു നീതിയുക്തമായ ധർമ്മം പ്രസവിക്കാൻ ഇനി സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതേ സമയത്ത് സംഘടനകളെ നിങ്ങൾ ഇല്ലാതാക്കുകയും വേണ്ട. അതിൻ്റേതായ ചില ഗുണങ്ങൾ ഉണ്ട് താനും. അപ്പം നിങ്ങൾ വേണ്ടത് എന്താ? നിങ്ങളൊരു സത്യസന്ധനായ ഉപദേഷ്ടാവിനെ കണ്ടെത്തുക. നിങ്ങൾ വികാരത്തിന് അടിമപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി
ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക സൗന്ദര്യം എന്നാൽ അദ്ദേഹത്തിന് അത്യന്താപേക്ഷിതമല്ലാത്ത ഒരു കാര്യത്തിലും അദ്ദേഹം ഇടപെടാതിരിക്കലാണെന്നാണ് പുണ്യ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വികാരപ്പുറത്ത് ജീവിക്കരുത്, അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. അതേസമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ഉണ്ടാക്കണം, അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. സമൂഹ ശരീരത്തിനും നമ്മൾ ഇന്ത്യ രാജ്യം നമ്മൾ ഒരുപാട് കാര്യം ചിന്തിക്കണം. നമ്മൾ മുസ്ലിമാണ്, അതേസമയത്ത് നമ്മൾ കേരളീയനാണ്, അതേസമയത്ത് നമ്മൾ ഇന്ത്യക്കാരനാണ്, അതേസമയത്ത് ബഹു മത സമൂഹങ്ങൾക്കിടയിലെ ഒരു മുസ്ലിമാണ്. മക്കായിലെ നിയമമല്ല ചിലപ്പോൾ നിന്റെ നിയമം. സാമൂഹിക തലത്തിൽ മക്കായിലെ നിയമം ചിലപ്പോൾ നിനക്ക് നിയമാവൂല. സാമൂഹിക തലത്തിൽ, ആരാധന തലത്തിൽ ഓക്കെ, സാമൂഹിക തലത്തിൽ നിന്റെ നിയമവും നിന്റെ ഇവിടുത്തെ നിയമം രണ്ടായിരിക്കും. അത് പണ്ഡിതന്മാരോട് ചോദിക്കണം, അവർ പറഞ്ഞു തരും. ബോധമുള്ള വിവേകികളായ പണ്ഡിതന്മാർ കാര്യം പറഞ്ഞു തരും. അപ്പോൾ എല്ലാ സമൂഹത്തിനും മധ്യത്തിൽ നിങ്ങൾ ജീവിക്കണം, എല്ലാ നന്മയും ഉൾക്കൊള്ളണം. അതേസമയത്ത് മുസ്ലിങ്ങളാണെന്ന കാര്യത്തിൽ മറക്കും ചെയ്യരുത്. പിന്നെ ഏത് മതക്കാരനായാലും ഇപ്പോൾ എന്നെ ഫോളോവറായ ഹിന്ദുക്കളുണ്ട്, അവർ ഹിന്ദു മതത്തിൽ നിലകൊള്ളുക. ഹിന്ദു മതം ഒരു ധർമ്മമതാണ്, അതിൽ ധർമ്മമുണ്ട്. തിയോളജിക്കലി കാര്യമല്ല ഞാൻ പറയുന്നത്. അവർ മതി വരുവോളം അവർ ഹിന്ദുവിൽ നിലകൊള്ളട്ടെ, അവരെ മതം അവരാണ് തീരുമാനിക്കേണ്ടത്. അതേസമയത്ത് ഹൈന്ദവ ധർമ്മവും ധർമ്മം തന്നെയാണ്. അതൊരിക്കലും പരസ്പരം ശത്രുത വെക്കാനോ വൈരം വെക്കാനോ പഠിപ്പിക്കുന്നേയില്ല. അപ്പോൾ പഴയ കാലത്തെ ജനത ഏതൊരു തലത്തിലാണോ ജീവിച്ചത്, നന്മ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയോ ആ നന്മ അതേ രൂപത്തിൽ നട്ടുവളർത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ കഴിയുന്നത്ര നമ്മൾ നന്മ ചെയ്യണം. ഇപ്പം ഞാനൊരു കർഷകനാണ്, ഞാൻ പ്രബോധകനാണെങ്കിൽ അടിസ്ഥാനപരമായ കർഷക കുടുംബം. അപ്പോൾ അടിസ്ഥാനപരമായി ഞങ്ങൾ കൃഷിക്കാരാണ്. അതുകൊണ്ട് എത്ര നമ്മൾ തള്ളിയിട്ടാലും കൃഷിയിൽ വീഴും. പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലും പ്രശ്നമില്ല. ചിലപ്പോൾ കാര്യം പറയുമ്പോൾ പള്ളിയിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായോ പറഞ്ഞത്? കാര്യം പറയേണ്ടി വരും. അതാരും എതിർത്താലും പ്രബോധകന് കാര്യം പറയണം. നിങ്ങൾ പ്രബോധകനാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, സായുധ വിപ്ലവങ്ങൾ പാടില്ല. അതേസമയത്ത് നേരിതാണ്, നേരുകേട് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത പ്രബോധകനുണ്ട്. പ്രബോധകന് എപ്പോഴും സെൻട്രൽ പോയിന്റിൽ നിൽക്കണം. ഞാൻ മുസ്ലിം രാഷ്ട്രീയത്തെ പലപ്പോഴും വിമർശിച്ച ആളാണ്, അതേസമയം തെരഞ്ഞെടുപ്പ് വിമർശിക്കൂല. ഫെബ്രുവരി 24 തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഏപ്രിൽ 9 അല്ലേ തെരഞ്ഞെടുപ്പ്. ഞാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും വിമർശിച്ചിട്ടില്ല അതിനിടയിൽ. എന്തുകൊണ്ട്? എൻ്റെ ഒരു വാക്കുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം നന്മയുണ്ട്. ഞാനായിട്ടൊരു മുസ്ലിം രാഷ്ട്രീയ പക്ഷത്തിൽ നിൽക്കുന്ന ആളുമാണ്. അപ്പോൾ എൻ്റെ ഒരു വാക്ക് കൊണ്ട് അവർക്കൊരു വോട്ട് കുറയാൻ പാടില്ല. അതേ സമയത്ത് ഇനി വിമർശിക്കും. വിമർശിക്കുന്ന എന്തിനാണ്? നേരാ വഴിക്ക് പോകാനാണ്. അതേ സമയത്ത് ഇതിനെ വിമർശിക്കണമെങ്കിലും ഇതിവിടെ വേണമല്ലോ. നമ്മുടെ വിമർശനം അതില്ലാതാക്കാനാകരുത്. മനസ്സിലായില്ല? നമ്മൾ ഇന്നത്തെ വിമർശനം ഒന്നിനെ ഇല്ലാതാക്കാനാ, അങ്ങനെ ആകരുത്. ഒരു വിമർശനത്തെയും ഒന്നിനെ ഇല്ലാതാക്കാനാകരുത്. അതിലെല്ലാം നന്മയുണ്ട്. ആ നന്മയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രബോധകനാണെങ്കിൽ നിങ്ങൾ വളരെ സെൻട്രലൈസ് ചെയ്യപ്പെടണം. നിങ്ങൾ സെൻട്രൽ പോയിന്റിൽ മാത്രം മുന്നോട്ട് പോകണം. പ്രബോധനത്തിൻ്റെ നെല്ലും പതിരും വേർതിരിക്കുക എന്ന ദൗത്യത്തിൽ നിങ്ങൾ പുറകോട്ട് പോകാൻ പാടില്ല. ആ ഒരു പ്രബോധകനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾ ആ സത്യമാർഗത്തെ അവലംബിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളെ കൊണ്ടൊരു നന്മ നാട്ടിലുണ്ടാവണം. തിന്മക്ക് കൂട്ടി നിൽക്കരുത്. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു വീട് വളഞ്ഞ സന്ദർഭത്തിൽ ഒരു സ്വഹാബി വീട്ടിലേക്ക് ഓടി വന്ന് ഭാര്യയോട് പറഞ്ഞു, ഔസിഖീനി ബിൽ ഹദീദ്, എന്നെ ഒന്ന് ചെങ്ങലക്കിട്, ഫഇന്നി മജ്നൂൻ, എനിക്ക് ഭ്രാന്തി പിടിച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞ് വളരെ ശ്രദ്ധിക്കേണ്ടതാ. അതായത് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വീട് വളഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായി. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വീട് വളഞ്ഞ സന്ദർഭത്തിൽ ഒരു സ്വഹാബി തൻ്റെ ഭാര്യയോട് ഓടിപ്പോയി പറയാണ്, ഔസിഖീനി ബിൽ ഹദീദ്, എന്നെ ചെങ്ങലക്കിട്, ഫഇന്നി അന മജ്നൂൻ, ഇപ്പോൾ ഞാൻ ഭ്രാന്തനാണ്. ഫലമ്മാ ഖുതില ഉസ്മാൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഖാല, അയാൾ പറഞ്ഞു, ഖല്ലിനി, ഇനി എന്നെ ചെങ്ങലെ നയിച്ചിട്, കഴിഞ്ഞു. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിൻ ഖത്ൽ ഉസ്മാൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ രണ്ട് പക്ഷത്തും ഇല്ലാതെ നിൽക്കാൻ എന്നെ സഹായിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. തിരിഞ്ഞിട്ടില്ല.
മനസ്സിലായി. ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത് അന്നത്തെ ഘട്ടത്തിൽ ആളുകൾക്ക് അറിയൂല. ഓക്കെ, അതൊന്നും ആ പ്രശ്നം ഇന്ന് തന്നെ. ഇത് ദുഹാന. അപ്പം നമ്മൾ പലപ്പോഴും ഒരു പക്ഷത്ത് നിൽക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് ചെങ്ങല കിടക്കലാണ് നല്ല. ഇപ്പോൾ വിജയൻ്റെ ഒരു വാക്കുണ്ട്, അനീതി വിളയാടുമ്പോൾ നീതിമാന് കാരാഗ്രഹമായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞത് അദ്ദേഹം ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന് ഖസാക്കിൻ്റെ ഇതിഹാസത്തെ അദ്ദേഹം വിശദീകരിച്ച പുസ്തകമുണ്ട് വിജയന്. അതോ ഇനി ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മക്കുന്ന പുസ്തകമുണ്ട്. പിന്നെ 1957 കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകം, ചെറിയൊരു പുസ്തകം, നല്ല പുസ്തകമാണ്. ഒക്കെ വിജയൻ്റെ പുസ്തകങ്ങളൊക്കെ നല്ല പുസ്തകങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ചില ഘട്ടങ്ങളിൽ നീതിമാന് നല്ലത് എവിടെ കയറിയിരിക്കലാണ്? കാരാഗ്രഹത്തിലിരിക്കലാണ്. അപ്പോൾ അയാൾ ഒരു പക്ഷത്തും ഉണ്ടാവില്ല. ഇപ്പം ഏത് പക്ഷത്താണ് ശരി, ഏത് പക്ഷത്താണ് തെറ്റ് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയില്ല. നമ്മളെ ഈ യൂത്ത് ഇന്ന് പിന്തുണ കൊടുത്ത് വികാരപ്പുറത്ത് പിന്തുണ കൊടുത്ത് ഓടുമ്പോൾ 25 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് വേറെ ഒരു ട്രാപ്പിൽ പെട്ടുപോയതായിരുന്നു എന്ന് ഹമാസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായാൽ എന്തിനാ ഖേദിക്കൊണ്ട്? ഇനി നിങ്ങൾ പിന്തുണ കൊടുത്തോണ്ട് ഹമാസിനൊരു നേട്ടമില്ല. നിങ്ങൾ പിന്തുണ കൊടുക്കാത്തതുകൊണ്ട് ഹമാസിന് നഷ്ടമില്ല. നിങ്ങൾക്ക് എല്ലാ രാത്രിയും പ്രാർത്ഥിക്കാം, പടച്ചോനെ ആ ഗസയിലെ പാവപ്പെട്ട മക്കളെ കൊല്ലാതിരിക്കട്ടെ. അത് നിങ്ങൾക്ക് ഹമാസിൽ കൂടിയാലും കൂടിയില്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ? മനസ്സിലായാ പറഞ്ഞത്? അപ്പോൾ വികാരപ്പുറത്ത് മുന്നോട്ട് പോകരുത്. ദുഹാൻ സംഭവിച്ചു കഴിഞ്ഞു. ഈ ദുഹാനെ നീക്കാൻ ഇലാഹി നുസ്രത്തുള്ള ഒരാൾക്കല്ലാതെ ഇനി കഴിയില്ല. അയാൾ അതിന് മഹദി വരണം. അതുവരെ അതിനു മുമ്പിലും അതിനു പിമ്പിലും ക്ഷിതിക്കും മർത്യർത്തൻ ഭരം സുദുസ്സഹം എന്നൊരു വാക്കുണ്ട് ഉള്ളൂരിന്. ഒരു മഹാവ്യക്തി വരുന്നത് വരെ ഭൂമിയിലുള്ള ആളുകൾക്ക് സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതം ഉണ്ടാവുക. അതിനു മുമ്പിലും അതിനു പിമ്പിലും ക്ഷിതിക്കുമർത്യർത്തൻ, ക്ഷിതിഭൂമി ക്ഷിതിക്കുമർത്യർത്തൻ ഭരം സുദുസ്സഹം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതുവരെ ആരാ ശരി ആരാ തെറ്റെന്ന് അറിയൂല. മനസ്സിലായില്ല? അങ്ങനെ നമ്മളങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മളെ മുന്നിലുള്ള സത്യത്തെ നമ്മൾ സഹായിക്കുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക, വികാരം കൊള്ളാതിരിക്കുക. നമ്മുടെ മനസ്സിനെ ഒരു പ്രസ്ഥാനത്തിനും പരിധി വിട്ട് നമ്മൾ അടിമപ്പെടുത്താതെയും ഇരിക്കുക എന്നല്ല, ഒരിക്കലും അല്ല. ഒരിക്കലും നിലപാട് ഉണ്ടാവാതിരിക്കണം എന്നല്ല, തീർച്ചയായും നിലപാടുണ്ടാവണം. എനിക്കൊരു നിലപാടുണ്ടല്ലോ, ഞാൻ സെൻട്രൽ വ്യൂവിലാണ്. എന്താ നിലപാട്? നേരിൻ്റെ നിലപാട്. ലീഗ് തോൽക്കണം എന്ന നിലപാടല്ല. എന്നും ലീഗ് ജയിക്കണം അതും എൻ്റെ നിലപാടല്ല. എൻ്റെ നിലപാട് സമൂഹത്തിൽ നന്മയും സമാധാനവും ഉണ്ടാകണം, എൻ്റെ സമുദായത്തിനുണ്ടാവണം. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക സൊസൈറ്റിയിൽ ലോകാവസാനം വരെ സന്തോഷകരമായി ഈ ലോകത്ത് ജീവിക്കണം. ഇതാണ് നിലപാട്. ഇതാണ് എൻ്റെ നിലപാട്. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കും. അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഷഹീദാകേണ്ടി വന്നാൽ ഞാൻ ഷഹീദാവും. ഞാൻ ഇപ്പോൾ ഈ വിഷയോടനുബന്ധിച്ച് ഞാൻ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ എന്തൊക്കെയോ വിമർശനങ്ങൾ വന്നു. എന്താ പ്രഭാഷണത്തിൽ പറഞ്ഞത്? എൻ്റെ അയൽവീട്ടുകാരൻ പടക്കം പൊട്ടിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. അതൊരു മുസ്ലിം പ്രഭാഷകനായ നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പലരും പറഞ്ഞു. എനിക്ക് പറയാൻ പാടുണ്ട്, എൻ്റെ മതം അതാണ്. കാരണം അയാൾക്ക് അയാളെ വിശ്വാസമാണ്. അയാൾ അന്ന് പൂർത്തി കത്തിച്ചാൽ അയാൾക്ക് സന്തോഷമാണ്. അയാൾ എൻ്റെ അയൽവാസിയാണ്, അയാളെ സന്തോഷം എൻ്റെ സന്തോഷമാണ്. എൻ്റെ അങ്ങനെയല്ലേ? നമ്മൾ പെരുന്നാളിന് അന്ന് അവരെ വീട്ടിൽ പോയി പറയും, ദാസേട്ടാ ഭക്ഷണം ഉണ്ടാക്കരുതേ. അപ്പോൾ അവർ ഭക്ഷണം ഉണ്ടാക്കില്ല. നമ്മൾ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തേക്കും, അല്ലെങ്കിൽ അവർ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ എല്ലാവരും ഇവിടുന്ന് കഴിക്കും, എല്ലാവരും അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? വിഷുവിനെ അവർ നെയ്യപ്പം ഉണ്ണിയപ്പം ചൂട് ഇങ്ങോട്ട് വന്നേക്കും. വൈകുന്നേരം അവർ പൂത്തിരി എത്തിക്കാൻ കുട്ടികളെ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ ഞാൻ കുട്ടികളെ പറഞ്ഞേക്കും, ഈ വിഷുവിന് അയൽ വീട്ടിലെ ഹിന്ദു വീട്ടിൽ പൂത്തിരി എത്തിക്കാൻ കാണാൻ വേണ്ടി എൻ്റെ കുട്ടികളെ എണിച്ചപ്പോൾ പൊയ്ക്കോന്ന് പറയാം. ഞാനപ്പോൾ മുറ്റത്തിരുന്ന് ദിക്റില്ല. ഞാൻ കുട്ടികളെ പറഞ്ഞയച്ചു. എന്തേ? ഈ മക്കളത് കാണൽ അവർക്ക് സന്തോഷമാണ്. അപ്പം എൻ്റെ കുട്ടികൾ പോയിക്കോട്ടെ. എൻ്റെ കുട്ടികൾക്ക് ഇസ്ലാം മതം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ഹിന്ദു മതം എന്താണെന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. തിയോളജിക്കൽ ഇത് ഒന്നാമനെയല്ല, സന്തോഷം പങ്കുവെക്കാണ്. ആണോ അല്ലേ? എൻ്റെ ഭാര്യയ്ക്കൊരു വയറുവേദന ഉണ്ടായപ്പോൾ നേരം വെളുക്കുന്നവരെ അടുത്ത വീട്ടിലെ പെണ്ണുറങ്ങിയില്ല. പറ, ഇത് നന്മയാണോ അല്ലേ? അവളെ കുടുംബക്കാർ വരുമ്പോഴത്തെ നേരം വെളുത്തു. അടുത്ത
അടുത്ത വീട്ടിലെ ഹിന്ദു പെണ്ണ് ഉറങ്ങിയില്ല, അവളെ ഭർത്താവ് തിയേറ്ററിൻ്റെ പുറത്ത്, അവൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ. മെഡിക്കൽ കോളേജിൽ ഞാൻ വന്നപ്പോഴേ ഞാൻ സ്ഥലത്തില്ല. ഞാൻ വന്ന 4 മണിക്കൂർ പിന്നെ കഴിഞ്ഞു. ഞാനെവിടുന്നോ വരിക. അയൽവീട്ടിലെ ഹിന്ദു പെണ്ണും ഭർത്താവും കൂടി പോയിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. നിങ്ങൾക്ക് പറഞ്ഞോ, മനസ്സിലായോ? ഇത് നന്മയാണോ? അല്ലേ? എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് തെറ്റുന്നത്? ഏത് മതമാണ് ഇതൊക്കെ തെറ്റാൻ പഠിപ്പിച്ചത്? അവരെ സന്തോഷത്തിൽ നമ്മൾ പങ്കാളിയായി. അതിന് പറ്റിയൊരു മതേ എനിക്കുള്ളൂ. എൻ്റെ റബ്ബ് റഹ്മാനാണ്. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനെയും സന്തോഷത്തിൽ റഹ്മത്ത് കൊണ്ട് നോക്കിക്കണ്ടവനാണ് എൻ്റെ തമ്പുരാനെ പഠിച്ചോൻ. അപ്പം നിന്നെ കൊണ്ട് ഒരാൾ അകലരുത്, നിന്നെ കൊണ്ട് ഒരാൾ അടുക്കട്ടെ. 1. 2, എന്നാൽ നിനക്ക് കൃത്യമായൊരു നിലപാടുണ്ട് താനും. മനസ്സിലായി പറ. ആ നിലപാടിൽ മുന്നോട്ട് പോവുക. അത് സത്യത്തിന് വേണ്ടി നിനക്കുള്ള നിലപാട് ആയിരിക്കുക. രാജ്യത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. വികാരപ്പുറത്ത് പോയിട്ട് സമൂഹത്തിന് നഷ്ടമുണ്ടാക്കി വെക്കരുത്. അതിരാഷ്ട്രീയവും അതിവൈകാരികതയും ഒരു സമൂഹത്തെ നശിപ്പിക്കാനേ ഉപകരിക്കൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ പറയാൻ പറ്റിയിട്ടില്ല. താങ്ക്സ് ഫോർ ജോയിനിങ് അസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ കുട്ടികൾ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിൽ ഞാനും വേറെ സന്തുഷ്ടരാണ്. നിങ്ങൾ പോളണ്ടിലാണ് എന്നോട് ബന്ധപ്പെട്ടവർ പറഞ്ഞു. പിന്നെ അവന് വേണ്ടി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, വരണം എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ യൂത്താണ്. എനിക്ക് വലിയ സന്തോഷമായി. കാരണം നിങ്ങളോട് പറയുമ്പോൾ കുറേ കൂടുതൽ ആളുകൾ കേൾക്കും. അവർക്ക് മെസ്സേജ് കൊടുക്കണം. നമ്മൾ ഇന്ന് മെസ്സേജ് കൊടുത്തൊക്കെ ആരോഗ്യവത്തായ മെസ്സേജുകളാണ്. സമൂഹം നന്നാവണം. നമുക്ക് ആരോടും വിരോധമില്ല, ആരോടും ഇല്ല. സമൂഹം നല്ല നിലക്ക് പോകണം. നമ്മൾ കള്ള് കുടിച്ചു എന്നതിനോടാണ് നമ്മുടെ വിരോധം, കള്ള് കുടിയനോടല്ല. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? കള്ള് കുടിക്കുന്നതിനോടാണ് വിരോധം, ആരോടല്ല. കുടിയനോട് നമുക്ക് വിരോധമല്ല. അവൻ എങ്ങനെയെങ്കിലും നന്നായി തീരലാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരിലും നന്മയുണ്ട്, അതൊക്കെ നന്നായി തന്നെ പോകണം. നിങ്ങൾ എന്നെ അതിന് തിരഞ്ഞെടുത്ത് വിളിച്ചു എന്നുള്ളതിൽ എൻ്റെ നന്ദി നിങ്ങൾക്ക് ഞാൻ അറിയിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ ഈ ശ്രമങ്ങളെയൊക്കെ സമൂഹത്തിന് ആരോഗ്യവത്തായ മെസ്സേജ് കൊടുക്കുന്ന രൂപത്തിൽ അള്ളാഹു തആല ആക്കി തരട്ടെ. പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.